Alhamdulillah, nahmaduh wa ashhadu an la ilaha illallah wahdahu la sharika lah wa ashhadu anna Muhammadan abduhu wa rasuluh sallallahu alayhi wa ala alihi wa ashabihi wa sallam tasliman kathiran amma ba'd. Shaykhul Islam Ibn Taymiyyah റഹിമഹുള്ളയെ സംബന്ധിച്ച് ധാരാളം തർജമകൾ, അദ്ദേഹത്തിൻ്റെ സീറകൾ, ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള തർജമകളിൽ ഏറ്റവും ചുരുങ്ങിയ തർജമയും പക്ഷേ വളരെയധികം ഫവായിദുകളുള്ള ഒരു തർജമയാണ് അൽ അലാം അൽ അലിയ ഫി മനാഖിബി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഇത് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായിട്ടുള്ള അബു ഹഫ്സ് അൽ ബസ്സാർ റഹിമഹുള്ളയാണ്. നമുക്കറിയാവുന്നതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പല ഉലമാക്കളും എഴുതിയിട്ടുണ്ട്. അത് പല മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഇൽമുൽ ഹദീസിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ സംബന്ധിച്ചും സേവനങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അഖീദയിൽ പല വിഷയങ്ങളിൽ, റവാഫിദുകൾക്കുള്ള മറുപടിയുടെ വിഷയത്തിൽ, മുതക്കല്ലിമുകൾക്കുള്ള വിശകലനം ചെയ്യുന്ന വിഷയത്തിൽ, ഇങ്ങനെ ഓരോ സൂക്ഷ്മമായ വിഷയങ്ങൾ പോലും ധാരാളമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുള്ളക്ക് പ്രസിദ്ധമായിട്ടുള്ള ഒരു തർജുമയുണ്ട്, അദ്ദുറർ. അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട കിതാബാണ് അൽ ഉഖൂദു ദുർരിയ എന്ന ഗ്രന്ഥം. അത് കുറച്ച് വലിപ്പമുള്ള ഗ്രന്ഥമാണ്. നമ്മളിപ്പോൾ വായിക്കുന്ന അൽ അലാം അൽ അലിയ എന്ന ഗ്രന്ഥം ചെറിയൊരു ഗ്രന്ഥമാണ്, പക്ഷെ ഒരുപാട് ഫവായിദുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ജീവചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇതുവരെ എഴുതപ്പെട്ട എല്ലാ ജീവചരിത്രങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഉസൈർ ഷംസും, ഇന്ത്യൻ പണ്ഡിതനായ ഷെയ്ഖ് ഉസൈർ ഷംസും അതുപോലെ ഷെയ്ഖ് അലി അൽ ഇമ്രാനും കൂടിയിട്ട് അദ്ദേഹം രണ്ടുപേരും കൂടിയിട്ട് എഴുതിയ ഗ്രന്ഥമാണ് അൽ ജാമിഅ ലി സീറത്തി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മിൻ ഖിലാലി സബഅത്തി ഖുറൂൻ. അപ്പോൾ 7 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട മുഴുവൻ ഇബ്നു തൈമിയ്യയുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, ജീവചരിത്രങ്ങളൊക്കെ ക്രോഡീകരിച്ച് അവർ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയധികം പ്രാധാന്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ഉണ്ട്. കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചരിത്രത്തിൽ നമുക്ക് റെയറായിട്ടാണ് കാണാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? കാരണം അദ്ദേഹം പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൽ വന്നിട്ടുള്ള ചരിത്ര പുരുഷന്മാരെടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രം പരാമർശിക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ ഇബ്നു തൈമിയ്യ ആയിരിക്കും. അദ്ദേഹം ഏത് തരത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ ബിദ്അത്തുകളും അതിൻ്റെ ആ ബിദ്അത്തുകളുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. റവാഫിദുകളുടെ കാര്യത്തിൽ അവരേറ്റവും വലിയ പണ്ഡിതന്മാർ ആ കാലത്തുണ്ടായിരുന്നു. ഇന്നും അവരെയാണ് അവരെന്ത് ചെയ്യുന്നത്, പിൻപറ്റുന്നത്. അതുപോലെ തന്നെ സൂഫികൾ, അശ്ശരികൾ, മുഅ്തസിലികൾ, ഇങ്ങനെ ഏത് വിഭാഗങ്ങളാണെങ്കിലും, ഖറാമിത അല്ലെങ്കിൽ അങ്ങനെ ഏത് വിഭാഗങ്ങളാണെങ്കിലും, ബാത്തിനിയാക്കൾ, എല്ലാവരുടെയും ടോപ്പ് ലീഡേഴ്സ് ആ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ ബിദ്അത്തുകൾ ഏറ്റവും അധികം ലോകത്ത് ആധിപത്യം നേടിയ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വരുന്നത്. അവരെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട്, അതിനെല്ലാം ഇബ്താൽ ചെയ്തുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന സാഹരിങ്ങൾ. അവരെ സാഹചര്യങ്ങളെ കൊണ്ടുവന്നതിനൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പല രാജ്യങ്ങളിൽ നിന്നാണ് സാഹചര്യങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്ത്യയിൽ നിന്ന് വരെ
സാഹിർമാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിറൗന് മൂസയോട് വെല്ലുവിളിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏത് തന്നെയാണെങ്കിലും അത്രയും അധികം എന്താണ് ശക്തരായ സാഹചര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അവരെല്ലാം അവരുടെ പാമ്പുകളിട്ടു. അവസാനം മൂസയാണ് എന്ത് ചെയ്യുന്നത്, ആ പാമ്പിടുന്നത്, തൻ്റെ വടിയിട്ട് അത് പാമ്പാകുന്നത്. ആ പാമ്പ് വന്നിട്ട് മറ്റെല്ലാ പാമ്പുകളെ എന്താണ് വിഴുങ്ങിക്കളയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത് ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയയുടെ ഒരു സംഭവം അതിന് സമാനമായിട്ടുള്ളതാണ്. ഓരോ കക്ഷികളുടെയും നമുക്ക് എല്ലാ വിഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് ഗ്രന്ഥങ്ങൾ പരിചയപ്പെടാവുന്നതാണ്. അതൊക്കെ ആരൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇബ്നു തൈമിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് ഗസാലിയാണ്. ഗസാലി ഇബ്നു തൈമിയ കുറച്ചു മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇബ്നു തൈമിയ 7-ാം നൂറ്റാണ്ടിലാണെങ്കിൽ ഗസാലി 6-ാം നൂറ്റാണ്ടിലാണ്. അടുത്ത കാലഘട്ടം തന്നെയാണ്. അദ്ദേഹമാണ് സൂഫിസത്തിൻ്റെ ഏറ്റവും വലിയ ഉപജ്ഞാതാവും അതുപോലെ തന്നെ ബാത്തനീയത്തും അതുപോലെ തന്നെ അശായറത്തും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇബ്നു മുത്തഹിർ അൽ ഹല്ലി, അത് ഷിയയാണ്, അവരുടെ ഏറ്റവും വലിയൊരു പണ്ഡിതനാണ്. ഇന്നും അവർ അങ്ങേയറ്റം പുകഴ്ത്തുന്ന ഒരു പണ്ഡിതനാണ്. അയാളും ഇബ്നു തൈമിയയും തമ്മിൽ ഒരുപാട് മുനാഖശകൾ ഉണ്ടായിട്ടുണ്ട്, റുദൂദുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സുബ്കി 2 സുബ്കികളുണ്ട്. ഒന്ന് പിതാവായിട്ടുള്ള തഖീദ്ദീൻ സുബ്കിയും അതുപോലെ തന്നെ മകനായിട്ടുള്ള താജുദ്ദീൻ സുബ്കിയും. ഇവർ രണ്ടുപേരും വലിയ ശാഫഈ പണ്ഡിതന്മാരാണ്. അവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ രണ്ടുപേരും ഇബ്നു തൈമിയയായിട്ട് പല വിഷയങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ചകൾ ചെയ്യുകയും പല മുനാദറകൾ. അതുപോലെ തന്നെ ഇന്ത്യൻ പണ്ഡിതനായിട്ടുള്ള സഫി അൽ ഹിന്ദി, അദ്ദേഹം വലിയ ശാഫഈ പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഉസൂൽ ഫിഖ്ഹിലെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള വലിയ പണ്ഡിതൻ തന്നെയാണ്, സംശയക്കാര്യത്തിലില്ല. പക്ഷേ ഇബ്നു തൈമിയയായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മുനാദറ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എല്ലാ മേഖലയിലുള്ള അതിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളുകൾ. ഇനി ഭാഷാ പണ്ഡിതന്മാരുടെ ഇബ്നു ഹിഷാമുമായിട്ട്, ഇബ്നു ഹിഷാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബു ഹയ്യാനൊക്കെ പറയുന്നത് എന്താണ്, ഞങ്ങൾ അങ്ങ് മഗ്രിബിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പണ്ഡിതൻ വന്നിട്ടുണ്ട്, സീബവഹിയേക്കാൾ അറിവുള്ള ഒരു പണ്ഡിതൻ വന്നിട്ടുണ്ട് എന്നുള്ളത്, ഭാഷയിൽ അറിവുള്ള. ആരെക്കുറിച്ചാണ് അത് പറഞ്ഞത്? ഇബ്നു ഹിഷാമിനെ കുറിച്ചാണ്. ഇബ്നു ഹിഷാമിന്റെ ഗ്രന്ഥമാണ്. ഇബ്നു ഹിഷാം സംശയമില്ല വലിയ പണ്ഡിതനാണ്, ഒരു സംശയക്കാര്യത്തിലില്ല. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് നമ്മൾ ഭാഷയ്ക്ക് പഠിക്കുന്ന ഖത്റുൻ നദയും ഖത്റുൻ നദയുടെ ഷർഹകളും മറ്റു ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ ഭാഷയുടെ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ആരുടെ അറിവിന്റെ മുമ്പിൽ, ഇബ്നു തൈമിയയുടെ ഭാഷാ പരിജ്ഞാനത്തിന് മുമ്പിൽ. അദ്ദേഹം ഒരു വിഷയത്തിൽ തെളിവ് പിടിച്ച സമയത്ത് തെളിവ് പിടിച്ചത് എന്താണ്, സീബവഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇബ്നു ഹിഷാം തെളിവ് പിടിച്ചത്. അപ്പോൾ ഇബ്നു തൈമിയ പറഞ്ഞു, സീബവഹിയുടെ ഗ്രന്ഥം, സീബവഹി എന്ന് പറഞ്ഞാൽ സലഫുകളിൽപ്പെട്ട എന്താണ് ആദ്യമായിട്ട് ഏറ്റവും നല്ല ഗ്രന്ഥം എഴുതിയിട്ടുള്ള സീബവഹി ഇമാം ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദിയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന് എന്നിട്ട് മറുപടി പറഞ്ഞാൽ എങ്ങനെയാണ്, സീബവഹിന്റെ ഗ്രന്ഥങ്ങളിൽ എന്താണ് 100ഓളം തെറ്റുകൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ചോദിച്ചെന്താണ്, സീബവഹി നഹ്വിന്റെ നബിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് മേഖലയാണെങ്കിലും ഇബ്നു തൈമിയ അതിലൊക്കെ ഇമാമാണ്. അതിൻ്റെ എല്ലാം ഇമാമുമാരോട് അദ്ദേഹം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇബ്നു തൈമിയയുടെ ആ ഒരു എന്താണ് ആ ഒരു വലുപ്പവും അദ്ദേഹത്തിൻ്റെ അറിവും എല്ലാം തെളിയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. അപ്പോൾ ഇത് അബൂ ഹഫ്സ് അൽ ബസ്സാർ റഹിമഹുല്ലാഹ്, ബസ്സാർ നമുക്കറിയാം ഇത് ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. വേറൊരു ബസ്സാറുണ്ട്, മുസ്നദ് അൽ ബസ്സാർ എഴുതിയിട്ടില്ല, അത് കുറച്ച് കാലം മുമ്പ് ഉള്ള വ്യക്തിയാണ്. ഇത് വേറെയാണ്. അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതാനുള്ള പശ്ചാത്തലം പറയുന്നത്, قال لي جماعة من أهل العلم والدين إنك قد رأيت الشيخ وصحبته ووقفت على أحواله وعرفت
വലോ അംലൈത ശൈഅൻ മിൻഹാ വസത്തർതഹു മിമ്മാ ഷാഹദ്തഹു വഖബർതഹു യൻതഫിഅ ബിഹി മൻ യഖിഫു അലൈഹി മിൻ ഹാദിഹിൽ ഉമ്മ. അപ്പോൾ അദ്ദേഹം പറയാണ്, ബിസാർ പറയാണ്, എന്നോട് പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, താങ്കൾ ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയയെ നേരിൽ കാണുകയും അദ്ദേഹത്തോടൊപ്പം സഹവസിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥകൾ താങ്കൾ നേരിട്ട് കാണുകയും അതെല്ലാം താങ്കൾ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് എഴുതി തരിക അല്ലെങ്കിൽ പറഞ്ഞു തരികയാണെങ്കിൽ എന്ന് ചില ഉലമാക്കൾ ആവശ്യപ്പെട്ടു. അത് ഈ ഉമ്മത്തിന് വലിയ ഫായിദ ഉണ്ടാകും എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം അതിന് ആ ഒരു ആവശ്യത്തിന് അദ്ദേഹം ഉത്തരം ചെയ്യുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇവിടെ ബസാർ റഹ്മത്തുള്ളാഹി ഇവിടെ പറയുന്നുണ്ട്, ഇന്നമാ സഹബ്തുഹു അയ്യാമ മഅദൂദ ഖലായിൽ, ഞാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, സഹവസിച്ചിട്ടുള്ളത്. അപ്പോൾ ഇബ്നു അബ്ദുൽ ഹാദിയെ പോലെയോ ഇബ്നുൽ ഖയ്യിമിനെ പോലെയോ അല്ലെങ്കിൽ ഇബ്നു കസീർ, ദഹബി ഇവരെ പോലെയുള്ള ഒരു ശിഷ്യനല്ല ബിസാർ. എങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം കാര്യങ്ങൾ നേരിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കേട്ടറിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വദക്കർതു ഫീ കുല്ലി ഫസ്ലിൻ മിൻഹാ മാ ഹദറനി മിമ്മാ യലീഖു ബിദിക്രിഹി ഫീഹി. അങ്ങനെ അദ്ദേഹം ഇവിടെ ഒരുപാട് ഫുസൂലുകൾ 14 ചാപ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ചാപ്റ്ററിലും അദ്ദേഹത്തിന് ഓർമ്മ വരുന്ന കാര്യങ്ങളും അദ്ദേഹം കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും പരിചയിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇത് ഇതിൻ്റെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഫസ്ല് അദ്ദേഹത്തിൻ്റെ മൗലിദുഹു വ മശഅതുഹു വ മൻശഅഹു, അദ്ദേഹത്തിൻ്റെ ജന്മത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ചുമാണ്. അദ്ദേഹം എത്ര കാലം ജീവിച്ചു എന്നുള്ളത്. അൽ ഫസ്ലു സാനി ഫി ഗസാറത്തി ഉലൂമി, അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആധിക്യത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാതിഹി വ മുസന്നഫാതി വസിഅതി നഖ്ലിഹി ഫി ദുറൂസിഹി വ ഉലൂമിഹി അൽ ബദീഹിയ വ മൻസൂസാതിഹി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് വിശാലമായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർസുകളെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അറിവിനെ സംബന്ധിച്ചുമെല്ലാം. മൂന്നാമത്തെ ഫസ്ല് ഫി ദിക്രി മഅരിഫത്തി അൻവാഇ അജ്നാസിൽ മദ്കൂരി വൽ മഖൂലി വൽ മൻഖൂൽ. അപ്പോൾ ഇബ്നു തൈമിയക്ക് വശമുള്ള അറിവുകളുടെ ഇനങ്ങൾ, ഏതെല്ലാം ഇൽമുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു എന്നുള്ളത് വിവരിക്കുന്നു. അൽ ഫസ്ലു റാബിഅ ഫി ദിക്രി തഅബ്ബുദിഹി, അദ്ദേഹത്തിൻ്റെ ഇബാദത്തിനെ സംബന്ധിച്ച്. അഞ്ചാമത്തെ ഫസ്ല് ഫി ദിക്രി ബഅദി വറഇഹി, അദ്ദേഹത്തിൻ്റെ വറഇനെ സൂക്ഷ്മതയെ സംബന്ധിച്ചാണ്. ആറാമത്തെ ഫസ്ല് അദ്ദേഹത്തിൻ്റെ സുഹദിനെ സംബന്ധിച്ചാണ്, ദുനിയാവ് നിന്ന് അദ്ദേഹം അകന്നു നിൽക്കാൻ സംബന്ധിച്ച്. ഏഴാമത്തേത് അദ്ദേഹം അങ്ങേറ്റം ദാരിദ്ര്യത്തിലായിരുന്നു, അങ്ങേറ്റം ദാരിദ്ര്യത്തിലായിട്ട് പോലും അദ്ദേഹം ചെലവഴിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു, അദ്ദേഹം ഈസാറുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിനയത്തെ സംബന്ധിച്ചും 7ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നു. 8ാമത്തെ അൽ ഫസ്ലു അസ്സാമിൻ ഫി ഹൈഅതിഹി വ ലിബാസി, അദ്ദേഹത്തിന്റെ രൂപത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചുമാണ്. 9ാമത്തെ ഫസ്ല് അദ്ദേഹത്തിന്റെ കറാമത്തുകളെ സംബന്ധിച്ച്, അതുപോലെ അദ്ദേഹത്തിന്റെ ഫിറാസത്ത്, അദ്ദേഹം ഇങ്ങനെ ലക്ഷണം പറയുന്നതിനെ സംബന്ധിച്ചാണ്. അൽ ഫസ്ലുൽ ആഷിർ ഫി ദിക്രി കറമിഹി, അദ്ദേഹത്തിന്റെ ഉദാരതയെ സംബന്ധിച്ചിടത്തോളം. 11ാമത്തെ ഫസ്ല് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ശക്തിയെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ധീരതയെ സംബന്ധിച്ചാണ്, ധൈര്യം. 12ാമത്തെ ഫസ്ലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ശേഷമുള്ള കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ സ്ഥാനം എത്രയാണ്, അദ്ദേഹത്തെ അള്ളാഹു ഹുജ്ജത്തായിട്ട് ഒരു പ്രമാണമായിട്ടാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സത്യാസത്യങ്ങൾക്കിടയിലെ വിവേചനമായിട്ടാണ്, അല്ലേ? അങ്ങനെ അതായിരുന്നു അദ്ദേഹത്തിന്റെ വിശേഷണം. മാത്രമല്ല അവസാനത്തെ 14ാമത്തെ അധ്യായമാണ് അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ആളുകൾ നമസ്കരിച്ചതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ജനാസ
അടക്കിയതിനെ സംബന്ധിച്ചും ഒക്കെയാണ് വിവരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഫസ്ലാണ് ഫീ ദിക്രി മൻശഇഹി വഉംരിഹി വമുദ്ദതി ഉംരിഹി. അദ്ദേഹത്തിൻ്റെ ജനനം, ജനിച്ച സ്ഥലം, അദ്ദേഹത്തിൻ്റെ വയസ്സ്, ഇതെല്ലാമാണ് വിവരിക്കുന്നത്. അദ്ദേഹം ഉലിദ റഹിമഹുല്ലാ ബിഹറാൻ, ഹറാനിലാണ് ജനിച്ചിട്ടുള്ളത്. ഹറാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് തുർക്കിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ്. പണ്ട് അത് ഷാമിൻ്റെ ഭാഗമാണ് ഹറാൻ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫി ആശിരി റബീഇൽ അവ്വൽ സനത 61 و600. അദ്ദേഹം ഹിജ്റ 661 റബീഉൽ അവ്വലിലാണ് ജനിച്ചിട്ടുള്ളത്. റബീഉൽ അവ്വൽ 10 661. ഇവിടെ ഹറാൻ, ഇദ്ദേഹം അറബി ആയിരുന്നില്ല, മറിച്ച് എന്തായിരുന്നു, കുർദി ആയിരുന്നു ഇദ്ദേഹം. കുർദി എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്. വളരെയധികം ചരിത്രത്തിൽ വളരെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കബീലയാണ്, വിഭാഗം ആളുകളാണ് കുർദികൾ. കുർദികളുടെ പ്രത്യേകത, കുർദികളിൽ നിന്നാണ് സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുള്ളയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. കുർദികളുടെ ഒരു പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് അവർ വളരെ ശക്തന്മാരായിട്ടുള്ള ആളുകളാണ്. ഇന്നും കുർദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. സിറിയയിൽ പോയ ആളുകൾക്ക് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവിടെ ദാലുണ്ടല്ലോ, പരിപ്പ്, അത് നല്ല സ്ട്രോങ് ആയ, വേവാൻ നല്ല ടൈം എടുക്കുന്ന പരിപ്പുകൾക്ക് അവർ എന്താണ്, ആദസൽ കുർദി എന്നാണ് പറയുക. കുർദി ദാലാണെന്നാണ് പറയുക. അത്രയും കുറച്ച് ടഫായിട്ടുള്ള ആളുകളാണ്, ആർക്കും കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത ആളുകൾ ആയിട്ടാണ് അവർ പറയാറുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വ്യക്തിത്വത്തിനും ആ ഒരു തരത്തിൽ തന്നെയായിരുന്നു, ധീരമായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറച്ച് ഹെദ്ദത്ത് ഉണ്ടായിരുന്നു. ഹെദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വാക്കുകളിലും പ്രവൃത്തിയിലും എല്ലാം ഒരു മൂർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ അറിവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ വിവേകം കൊണ്ടും അതിനെ കീഴ്പ്പെടുത്താറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെദ്ദത്തിനെ അത് നമുക്ക് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എന്തുണ്ടായിരുന്നു, വലിയ കാഠിന്യമുള്ള വാക്കുകളായിരുന്നു എന്നുള്ളതാണ്. ജൗഹരിയായ ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ നല്ല മുഴങ്ങി കേൾക്കുന്ന ശബ്ദമാണ്. അപ്പോ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുൽ ഹലീം എന്നാണ്. വല്യപ്പൻ്റെ പേരാണ് അബ്ദുസ്സലാം. അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് എന്നാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ പേര് അഹ്മദ്. അദ്ദേഹത്തിൻ്റെ കുനിയത്ത് അബുൽ അബ്ബാസ്. അബുൽ അബ്ബാസ് നമുക്ക് അറിയാവുന്നതാണ്. സിംഹത്തിന് കുനിയത്തുണ്ട്, സിംഹത്തിന്റെ കുനിയത്താണ് അബുൽ അബ്ബാസ്. അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യത്ത് അൽ ഹറാനി റഹിമഹുല്ലാഹ്. അബ്ദുൽ ഹലീമും വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഖാദിയായിരുന്നു. അദ്ദേഹം മാത്രമല്ല, നമുക്കിവിടെ വായിക്കാൻ തന്നെ സാധിക്കുന്നതാണ്, അദ്ദേഹം ഡമസ്കസിലെ ദാറുൽ ഹദീസിലെ ഒക്കെ എന്താണ്, അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ വല്യുപ്പയായിട്ടുള്ള അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യ, ഇവരൊക്കെ ഇബ്നു തൈമിയ്യ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യ വലിയ പണ്ഡിതനാണ്. ചരിത്രത്തിൽ വളരെ അറിയപ്പെട്ട, ഇന്നും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ തന്നെയാണ്. അദ്ദേഹത്തിന് ധാരാളമായ ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മുൻതഖൽ അഖ്ബാർ എന്ന ഗ്രന്ഥം. ഹദീസ് സമാഹാരമാണ്. അതാണ് യമനിലെ ഷൗക്കാനി റഹിമഹുല്ലാഹ് നെയ്ലുൽ ഔതാർ എന്ന ഗ്രന്ഥത്തിലൂടെ ഷർഹ് ചെയ്തിട്ടുള്ളത്. ഈ അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ മജിദ് ഇബ്നു തൈമിയ്യ എന്നാണ് വിളിക്കാറുള്ളത്. മജിദ് ഇബ്നു തൈമിയ്യ. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ഉസൂലുൽ ഫിഖ്ഹിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം വിഷയങ്ങൾ. വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഉമ്മന്റെ പേരാണ് സിത്തുന്യാം എന്നാണ് ഉമ്മാന്റെ പേര്.
അങ്ങനെ അദ്ദേഹം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ബലഗ 7 സിനീൻ വബഖിയ ബിഹ ഇലാ അൻ ബലഗ 7 സിനീൻ. 7 വയസ്സാകുന്നത് വരെ അദ്ദേഹം താമസിച്ചത് ഹറാനിൽ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ثم انتقل به والده رحمه الله الى دمشق المحروسه. പിന്നെ അദ്ദേഹത്തെയും കുടുംബത്തെയും കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ ഹലീം റഹിമഹുല്ലാ ഡമസ്കസിലേക്ക് എന്ത് ചെയ്തു, താമസം മാറ്റി. പിന്നെ അവിടെയാണ് അവർ താമസിച്ചത്. ഡമസ്കസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇൽമിന്റെ കേന്ദ്രമാണ്. ഒരു വളരെയധികം നാഗരികതയുള്ള ഒരു സ്ഥലമാണ് ഡമസ്കസ്. വലിയ പണ്ഡിതന്മാർ, വ്യത്യസ്തങ്ങളായ പഠന വിഷയങ്ങളിൽ നൈപുണ്യം നേടിയ ഉലമാക്കളൊക്കെ വസിക്കുന്ന സ്ഥലമായിരുന്നു ഡമസ്കസ്. അവിടെയാണ് അദ്ദേഹം താമസിക്കുകയും നല്ല രൂപത്തിൽ അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഭാവിയിൽ ഒരു വലിയ ഭാവി ഉണ്ട് എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൽ വ്യക്തമായിരുന്നു. ആളുകൾക്ക് അത് കാണാൻ സാധിക്കാറുണ്ടായിരുന്നു. അത്രയധികം ബുദ്ധിയും അതുപോലെ തന്നെ ഹിഫ്ള് ചെയ്യാനുള്ള ശക്തിയും അതുപോലെ തന്നെ മറ്റ് കളികളിൽ നിന്നും വിനോദങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കലും എല്ലാം ചെറുപ്പം മുതലേ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ബിസാർ റഹിമഹുല്ലാ അദ്ദേഹം ചില ഉലമാക്കളിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ചെറുപ്പ കാലഘട്ടത്തെ സംബന്ധിച്ച്. ഒരുപാട് സംഭവങ്ങൾ ഉഖൂദു ദുർരിയയിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ വായിക്കാൻ സാധിക്കാം. ഇവിടെ അദ്ദേഹം ഉദ്ധരിച്ചത് എന്താണ്? അന്ന ശൈഖ് റളിയല്ലാഹു അൻഹു ഫി ഹാലി സിഗരിഹി കാന ഇദാ അറാദ അൽ-മുദി ഇല അൽ-മക്തബ് യഅ്തരിദുഹു യഹൂദി. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ചെറിയ കുട്ടിയായിരിക്കെ വലിയൊരു പലകയും പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുക, മദ്രസയിലേക്ക് പോവുക. അതിന് കുത്താബ് എന്നാണ് പറയുക. ചെറിയ കുട്ടിയായിരിക്കെ അങ്ങനെ വഴിയിൽ ജൂതന്മാരെന്ന് പറഞ്ഞാൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന പണ്ഡിതന്മാരായിരിക്കും ഒരു സ്വാഭാവികമായിട്ട്. ഒരു ജൂതൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും, വഴിയിൽ ഇബ്നു തൈമിയ്യയെ കാത്തിരിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിന് ആ പോകുന്ന സമയം കാന മൻസിലുഹു ബിതരീഖിഹി, ആ ജൂതന്റെ വീട് ഇബ്നു തൈമിയ്യ കുത്താബിലേക്ക് പോകുന്ന വഴിയിലാണ്. അങ്ങനെ ആ ജൂതൻ ഒരുപാട് മസ്അലകളെ സംബന്ധിച്ച് ബിമസായില യസ്അലുഹു അൻഹ ലിമാ യലൂഹു അലൈഹി മിന അസ്സകാ വൽ ഫത്ന, ഈ ചെറിയ കുട്ടിയോടാണ് ചോദിക്കുക. ആ കുട്ടി അറിയാം, ഈ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിശദമായിട്ടുള്ള മറുപടികൾക്കാണ്. അത്ഭുതമാണത്. വകാന യുജീബുഹു അൻഹ സരീഅൻ ഹത്താ തഅജ്ജബ മിൻഹു, വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് മറുപടി പറയുക. അങ്ങനെ ആ ജൂതന് ഭയങ്കര അത്ഭുതമായി ഈ കുട്ടിയുടെ കാര്യത്തിൽ. അങ്ങനെ ثم إنه كلما اجتاز يخبره بأشياء مما يدل على بطلان ما هو عليه. അങ്ങനെ എപ്പോഴൊക്കെ കുത്താബിലേക്ക് പോകുന്നുണ്ട് അപ്പോഴൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ സംസാരിച്ചിരിക്കും കുറച്ചു നേരം. എന്നിട്ട് ജൂത മതത്തെ സംബന്ധിച്ചും എത്രത്തോളം ബാത്തിലായിട്ടുള്ള ആശയത്തിനാണുള്ളതെന്നൊക്കെ വിവരിച്ചു കൊടുക്കും. ഫലം യൽബസ് അൻ അസ്ലമ വഹസ്ന ഇസ്ലാമുഹു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ ജൂതൻ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ നല്ല ഒരു മുസ്ലിമായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. വകാന ദാലിക ബിബറകത്തി ശൈഖ് അലാ സിഗരി സിന്നിഹി. ഇതൊരു ചെറിയ വയസ്സ് ചെറുപ്പാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ബറക്കത്ത് അല്ലേ, അതുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു ചെറുപ്പം മുതൽ തന്നെ അത് വ്യക്തമായിരുന്നതാണ്. മാത്രമല്ല നമുക്ക് വേറെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ കഴിയും. ഈ ഒരു സംഭവം വേറെയും ധാരാളം ജൂതന്മാർ, ഒരു വലിയ വിഭാഗം ജൂതന്മാർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു തൈമിയ്യയുടെ അടുക്കൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട്. മാത്രമല്ല വേറെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം കുത്താബിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആ ചെറിയ കുട്ടിയായിരിക്കെ തന്നെ പല നാടുകളിലും ഇദ്ദേഹത്തിന്റെ പേര്, ഇദ്ദേഹത്തിന്റെ ഖ്യാതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പല നാടുകളിൽ നിന്നും
എന്താണ്, ഇബ്നു തൈമിയയെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരും. ഇബ്നു തൈമിയ ഇങ്ങനെ ആ വലിയ പലകയായിട്ട് ഇങ്ങനെ എന്താണ് കുത്താബിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. പലരും ഇദ്ദേഹത്തിന്റെ ഹിഫ്ള് പരിശോധിക്കും. അങ്ങനെ നൂറുകണക്കിന് ഹദീസുകൾ, പുതിയ ഹദീസുകൾ ആ ഒരു പലകയിൽ എഴുതി മായ്ച്ചുകൊണ്ട് അപ്പം തന്നെ ഇബ്നു തൈമിയ അത് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പം തന്നെ അത് ഹിഫ്ള് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഖാരിഖുൽ ആദയാണ്, പതിവിന് വിരുദ്ധമായിട്ടുള്ള ഒരു മുഅ്ജിസത്താണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്നുള്ളത് സംശയഭേദമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. വലം യസൽ മുൻദു അയ്യാമി സിഗരിഹി മുസ്തഗ്രിഖൽ ഔഖാതി ഫിൽ ജിദ്ദി വൽ ഇജ്തിഹാദ് വഖതമൽ ഖുർആൻ സഗീറൻ. അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതൽ അദ്ദേഹത്തിന്റെ എല്ലാ സമയങ്ങളും ഇൽമിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലായിരുന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കി, എന്നിട്ട് അദ്ദേഹം ഹദീസുകൾ ഹിഫ്ള് ചെയ്യാനും ഫിഖ്ഹ് അതുപോലെ തന്നെ അറബി ഭാഷ അതിലുള്ള കവിതകളും ഷവാഹിദുകളും എല്ലാം പഠിക്കാനും ഹിഫ്ള് ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഈ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം നൈപുണ്യം നേടി എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഹദീസിന്റെ സദസ്സുകൾ, മറ്റു ഇൽമിന്റെ സദസ്സുകളിലെല്ലാം അദ്ദേഹം വിടാതെ കൂടാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലും അദ്ദേഹത്തിന് ഇജാസകളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത് സാധാരണയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ. എന്നാൽ ദവാവീനുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാന ഗ്രന്ഥങ്ങളായിട്ടുള്ള 2 സഹീഹുകളും കുതുബുസ് സിത്തയും മുസ്നദുൽ ഇമാം അഹ്മദും ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന് ധാരാളം ഉലമാക്കളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇജാസയുണ്ട്. ധാരാളം ഉലമാക്കളിൽ നിന്ന്. അദ്ദേഹം ആദ്യമായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഹിഫ്ള് ചെയ്തിട്ടുള്ളത് ഇമാം ഹുമൈദിയുടെ അൽ ജംഉ ബൈന സഹീഹൈൻ, 2 സഹീഹ് ബുഖാരി മുസ്ലിം ജംഉ ചെയ്തിട്ടുള്ള ആ ഗ്രന്ഥമാണ് ആദ്യമായിട്ട്. പിന്നെ അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ ഹിഫ്ള് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാത്ത ഹദീസൊന്നും ഹദീസല്ല എന്നാണ് പിന്നെ അറിയപ്പെട്ടുള്ളത്. وقال كتاب من فنون العلم إلا وقف عليه كأن الله قد خصه بسرعة الحفظ وإبطاء النسيان. ഇൽമിന്റെ ഏത് ശാഖകളിലുള്ള ഗ്രന്ഥങ്ങളാകട്ടെ അവയെല്ലാം ഇബ്നു തൈമിയ വായിച്ച ഗ്രന്ഥങ്ങളായിരിക്കും. അങ്ങനെ അല്ലാത്തത് വളരെ വിരളമായിരിക്കും എന്നാണ്. അദ്ദേഹത്തിന് അല്ലാഹു പ്രത്യേകമായി നൽകിയ ഒരു കാര്യം പെട്ടെന്ന് മനഃപ്പാഠമാക്കാനുള്ള കഴിവാണ്. ഒന്ന് വായിക്കുക അത്രേ വേണ്ടുള്ളൂ, ഒന്ന് കേൾക്കുക അത്രേ വേണ്ടുള്ളൂ അദ്ദേഹത്തിന് മനഃപ്പാഠമാക്കുക. അതുപോലെ തന്നെ മറക്കുകയില്ല അദ്ദേഹം പഠിച്ചു കഴിഞ്ഞാൽ. ഇത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലും കലർന്നിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ശരീരം മൊത്തം എന്താണ്, ഇൽമു കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപൂർവം അവസരത്തിൽ ഇങ്ങനെ എടുത്തണിയുന്ന ഒരു സംഗതിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഷിആറും ദിസാറുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ അടിവസ്ത്രവും മേൽവസ്ത്രവുമായിരുന്നു ഇൽമ് എന്നാണ്. ഇവിടെ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവരെല്ലാം വലിയ പണ്ഡിതന്മാരായിരുന്നു. പ്രസിദ്ധമായ കുടുംബമാണ് ഇബ്നു തൈമിയയുടെ കുടുംബം. ധാരാളം ഉലമാക്കൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ധാരാളം ഉലമാക്കൾ. പക്ഷേ അവരിൽ ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ അവരിൽ എന്താണ്, ഒരു മുഅ്ജിസത്താണ്, ഖാരിഖുൽ ആദയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ലാകിൻ ജമഅ അല്ലാഹു ലഹു മാ ഖറഖ ബിമിസ്ലിഹിൽ ആദ, പതിവിന് വിരുദ്ധമാണ്. വഫഖഹു في جميع عمره لعلام سعادة. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആയുസ് മുഴുവൻ ആയുസിലും എല്ലാ സഹാദത്തിന്റെ ലക്ഷണങ്ങളും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് എന്തുണ്ട്, ഇമാമത്ത് അല്ലാഹു നൽകി എന്നുള്ളത്. ജിഹാദിലാണെങ്കിലും ഇൽമിലാകട്ടെ അമലിലാകട്ടെ ഇബാദത്തിലാകട്ടെ എന്ത് വിഷയത്തിൽ അദ്ദേഹം ഇമാമാണ്. മാത്രമല്ല ഇവിടെ അദ്ദേഹത്തെ കുറിച്ച്
وجعل مآثره لإمامته أكبر شهادة. അദ്ദേഹത്തിന്റെ ഈ ക്വാളിറ്റികളെല്ലാം അദ്ദേഹത്തിന്റെ ഇമാമത്തിന് ഏറ്റവും വലിയ സാക്ഷ്യമായിരുന്നു എന്നല്ല. അതിൽ ആർക്കും സംശയമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് കണ്ട ആളുകൾക്ക് ആർക്കും സംശയമില്ല കാര്യത്തിൽ. ബുദ്ധിയുള്ള എല്ലാവരും ഏകോപിച്ച കാര്യമാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ യബ്അതു അലാ കുല്ലി 100 സന മൻ യുജദ്ദിദു ലിഹാദിഹിൽ ഉമ്മത്തി അംറ ദീനിഹാ. അള്ളാഹു എല്ലാ നൂറ്റാണ്ടിന്റെയും തലപ്പത്ത് ഈ ഉമ്മത്തിന്റെ കാര്യം പുതുക്കുന്നവരെ നിയോഗിക്കുമെന്ന് പറഞ്ഞു. ഇബ്നു തൈമിയ ആ കാലഘട്ടത്തിലെ മുജദ്ദിദ് മാത്രമല്ല, ശേഷമുള്ള മുഴുവൻ ഇൻഷാ അല്ലാഹ് ഇലാ ഖിയാമസ് സഅ അദ്ദേഹത്തിന്റെ ആ തജ്ദീദ് എന്താണ്, അത് ഒരു വലിയ പ്രതിഭാസമായിട്ട് അത്ഭുതമായിട്ട് അള്ളാഹുവിന്റെ ഒരു ആയത്തായിട്ട് നിലനിൽക്കുകയാണ്. മാത്രമല്ല ഫഖദ് അഹ്യ അല്ലാഹു ബിഹി മാ കാന ഖദ് ദറസ മിൻ ശറാഇഅ അദ്ദീൻ. അള്ളാഹു അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖേന ശരീഅത്തിൽ നിന്ന് മാഞ്ഞുപോയ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു പുനർജീവിപ്പിച്ചു എന്നാണ്. നമ്മൾ ശരിക്ക് ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന സമയത്ത് സലഫുകളുടെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഖലഫുകളുടെ കാലഘട്ടം, എന്താണ് ശരീഅത്തുകളെല്ലാം ഇങ്ങനെ മാഞ്ഞ് ബിദ്അത്തുകളൊക്കെ ശക്തിപ്പെട്ട് ഇങ്ങനെ വരികയാണ്. ഒരു 3-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ട് തുടക്കം മുതൽ ഇങ്ങനെ എന്താണ് ശക്തിപ്പെട്ട് വരികയാണ്. അങ്ങനെ അതിന്റെ ഏറ്റവും വലിയ എന്താണ് ഇസ്തിഖ്റാറിന്റെ ഘട്ടമായിരുന്നു ബിദ്അത്തുകളുടെ ഏത് കാലഘട്ടം? ഇബ്നു തൈമിയയുടെ കാലഘട്ടം. എല്ലാ ബിദ്അത്തുകളും അവയ്ക്കൊക്കെ എന്താണ് ഈ ഭരണകൂടത്തിൽ നിന്ന് പിന്തുണയുണ്ടായിരുന്നു. അവിടെയാണ് ഇബ്നു തൈമിയ വരുന്നത്. അങ്ങനെ മുഴുവൻ എന്താണ് ആ സലഫുകളുടെ കാലഘട്ടത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കാനാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള എല്ലാ ഉലമാക്കളും ഈ അഖീദയെ സംബന്ധിച്ച് സുന്നത്തിനെ സംബന്ധിച്ച് എല്ലാം പഠനം നടത്തിയവരുടെ എല്ലാം സ്രോതസ് എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങളാണ്. അതിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആണെങ്കിലും അങ്ങനെ ഏത് ഉലമാക്കളും അവരുടെ ഗ്രന്ഥങ്ങൾ ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, മാറ്റങ്ങൾ വരുത്തി. ഇന്നും ഒക്കെ അങ്ങനത്തെയാണ്. വജഅലഹു ഹുജ്ജതൻ അലാ അഹ്ലി അസ്രിഹി അജ്മഈൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ആ കാലഘട്ടക്കാർക്കുള്ള പ്രമാണമായിരുന്നു, അള്ളാഹുവിന്റെ പ്രമാണമായിരുന്നു എന്നുള്ളതാണ്. എത്ര വലിയ വിശേഷണങ്ങളാണത്. ഇനി അദ്ദേഹത്തിന്റെ അൽ ഫസ്ലു സാനി ഫി ഗസാറത്തി ഉലൂമിഹി വ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ്. അതിലൊന്നാമത്തേത് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചാണ്. ذكر معرفته بعلوم القرآن المجيد واستنباطه لدقائقه. ഖുർആനിന്റെ ഉലൂമുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അറിവ്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഉസൂൽ തഫ്സീർ എന്ന ഗ്രന്ഥം എഴുതുന്ന, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹമായിരിക്കും. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും വിശദമായിട്ട് അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട്. അവയെല്ലാം ക്രോഡീകരിക്കപ്പെടേണ്ട ഓരോ വിഷയങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെ ക്രോഡീകരിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല ഖുർആനിന്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുന്നത്, പുറത്തെടുക്കുന്നത്, ആശയങ്ങൾ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകം നൈപുണ്യമാണ്. വനഖ്ലുഹു ലി അഖ്വാലിൽ ഉലമാ ഫി തഫ്സീരിഹി. അദ്ദേഹം ഉലമാക്കളുടെ അഖ്വാലുകളെല്ലാം തഫ്സീറിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ ധാരാളമായിട്ട് നഖ്ല് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വമാ ഔദഅഹു അല്ലാഹു തആല ഫീഹി മിൻ അജായിബിഹി വഫുനൂനി ഹികമിഹി വഗറായിബി നവാദിരിഹി. അല്ലാഹു അദ്ദേഹത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ, അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ, ആയത്തുകൾ, ഹിക്മത്തുകളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനങ്ങൾ അദ്ദേഹത്തിൽ അല്ലാഹു നിറച്ചിട്ടുണ്ടായിരുന്നുള്ള. ഇത് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഖുർആൻ വിശദീകരിക്കുമ്പോഴാണ് ഇതെല്ലാം പുറത്തു വരിക. എവിടേക്കോ പോയിട്ട് വരും. ഒരൊറ്റ ആയത്തിൽ നിന്ന് തന്നെ എത്രയോ മസലകൾ അദ്ദേഹം പുറത്തെടുക്കുന്നത്. വലഖദ് കാന ഇദാ ഖുരിഅ ഫീ മജ്ലിസിൻ
في مجلسه آيات من القرآن العظيم يشرع في تفسيرها وينقضي المجلس بجملته والدرس بزمنه وهو في تفسير بعض آية منها. അതായത് ഇങ്ങനെ ഒരു മജ്‌ലിസിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ആയത്തുകൾ ശർഹ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓതപ്പെടും. അദ്ദേഹം നിന്നിട്ട് അത് വിശദീകരിക്കാൻ തുടങ്ങും. അങ്ങനെ മണിക്കൂറുകളോളം അദ്ദേഹം വിശദീകരിക്കും. അത് വിശദീകരിച്ച് ഒരായത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ടാവുള്ളൂ. വകാന മജ്ലിസുഹു ഫീ വഖ്തിൻ മുഖദ്ദറിൻ ബിഖദ്രി റുബ്ഇ അന്നഹാർ. അദ്ദേഹത്തിൻ്റെ ഒരു മജ്ലിസ്, ഒരു തഫ്സീറിൻ്റെ മജ്ലിസ് ഒരു പകലിൻ്റെ 1/4 കണക്കാക്കപ്പെടാറുണ്ട്. ഏകദേശം 4-5 മണിക്കൂറുകൾ. ആ 4-5 മണിക്കൂറുകൾ ഒരു ആയത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം വിവരിക്കുമെന്നാണ് അദ്ദേഹം യഫ്അലു ദാലിക ബദീഹതൻ. ഇതാണ് അത്ഭുതം. ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്ന എന്താണ്? മുന്നൊരുക്കങ്ങളൊന്നും കൂടാതെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണടച്ച് അവിടെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ വരും, ഒഴുകി ഇങ്ങനെ വരും എന്നാണ് ബദീഹത്തൻ. ബദീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും ചിന്തിക്കാതെ, മുന്നൊരുക്കം കൂടാതെ പെട്ടെന്ന് എന്താണ് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. മിൻ ഗൈരി അൻ യകൂന ലഹു ഖാരിഉ മുഅയ്യൻ. അദ്ദേഹത്തിന് പ്രത്യേകം ചില വായിച്ചു കൊടുക്കുന്ന ആരുമില്ല. ഔ യഖ്റഅ ശൈഅൻ മുഅയ്യനൻ ഫി ബൈതിഹി യസ്തഇദു ലി തഫ്സീരിഹി. ആയത്തുകൾ തഫ്സീർ ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് തന്നെ കുറേ വായിച്ച് പ്രിപ്പയർ ആയിട്ട് വരികയല്ല ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നിട്ട് എന്താണ്, എല്ലാം ഇൽമ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് അങ്ങ് വരും. وكان غالبا لا يقطع إلا ويفهم السامعون أنه لولا مضي الزمن المعتاد لأورد أشياء أخرى بمعنى ما هو فيه من التفسير. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തഫ്സീർ മണിക്കൂറുകൾ, 5-6 മണിക്കൂറുകളുള്ള ഈ ദർസ് അദ്ദേഹം നിർത്തുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ വിഷയം കഴിഞ്ഞിട്ടല്ല നിർത്തുന്നത്. മറിച്ച് എന്താണ്, സമയം എന്തായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അഥവാ ബോഹറായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിർത്തിയത്. അദ്ദേഹം തുടരുകയായിരുന്നെങ്കിൽ അദ്ദേഹം ഇനിയും എത്രയോ എന്താണ് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന് ഉദ്ധരിക്കാനുണ്ട് എന്നുള്ളത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ലാകിൻ യഖ്തഉ നസ്റൻ ഫി മസാലിഹിൽ ഹാദിരീൻ. കേൾക്കുന്ന ആളുകളുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, അവർക്കുള്ള ചുറ്റുപാടുകളൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ദർസ് എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്തത്. അതും 4-5 മണിക്കൂറുകൾ കഴിഞ്ഞിട്ട്. ഇവിടെ അദ്ദേഹം ചില വിഷയങ്ങൾ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ചില വിഷയങ്ങളെ സംബന്ധിച്ച് അത് പ്രധാനമായിട്ട് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച് വിവരിക്കുന്ന ആയത്തുകൾ. ആ ആയത്തുകൾ സലഫുകൾ ആരും തഅ്വീൽ ചെയ്തിട്ടില്ല എന്ന് ഇബ്നു തൈമിയ്യ ഒരിക്കൽ പറഞ്ഞു. എന്നാൽ എതിരാളികൾ പറഞ്ഞു അല്ല, തഅ്വീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു തൈമിയ്യ പറഞ്ഞത്, ഞാൻ 100-ലേറെ തഫ്സീർ വായിച്ചിട്ടുണ്ട്. ഞാൻ സലഫുകൾ എഴുതിയ 100-ലേറെ തഫ്സീറുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിൽ പോലും ഒരു ആയത്ത് പോലും അവർ അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചതായിട്ട്, മാറ്റി വ്യാഖ്യാനിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ 100-ലേറെ തഫ്സീറുകൾ, നമ്മൾ 100 എത്ര തഫ്സീറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. സുബ്ഹാനല്ലാഹ് അദീം. അതുപോലെ വലഖദ് അംല ഫി തഫ്സീർ ഖുൽ ഹുവല്ലാഹു അഹദ് മുജല്ലദൻ കബീറ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസിന്റെ തഫ്സീറായിട്ട് അദ്ദേഹം തന്നെ ഇംലാ ചെയ്ത ഒരു വലിയ മുജല്ലദ് തന്നെ എന്താ ചെയ്തിട്ടുണ്ട്, ക്രോഡീകരിക്കപ്പെടുന്നുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിന്റെ അദ്ദേഹത്തിന്റെ തഫ്സീർ. وقوله تعالى الرحمن على العرش استوى نحو 35 كراسة. 35ഓളം ഖുറാസുകളിൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞ ഒറ്റ ഈ ആയത്ത് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, 35ഓളം ഖുറാസുകളിൽ, ഖുറാസ് എന്ന് വെച്ചാൽ നോട്ടുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വ്യാഖ്യാനം. വലഖദ് ബലഗനി അന്നഹു ശറഅ ഫി ജംഇ തഫ്സീരി
ജംഅ തഫ്സീരിൻ ലൗ അതമ്മഹു ലബലഗ 50 മുജല്ലദൻ. അദ്ദേഹം തഫ്സീറുകൾ ക്രോഡീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങാനും അദ്ദേഹം പൂർത്തീകരിക്കുകയായിരുന്നെങ്കിൽ 50-ലേറെ വാള്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. അന്ന് 50 വാള്യം എന്ന് പറയുന്നത് ഇന്ന് അതിലേറെ ഉണ്ടാവും എന്നാണ് ഇന്നത്തെ ഒരു രീതി വെക്കാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തഫ്സീറിൽ അദ്ദേഹം ഇമാമാണ്. അദ്ദേഹത്തെ കവച്ചു വെക്കാൻ പിന്നീട് ആരും തന്നെ വന്നിട്ടില്ല, സംശയക്കാര്യത്തിലില്ല. അമ്മ മഅരിഫതുഹു വബസറുഹു ബിസുന്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് ഹദീസുകളുടെ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ അറിവ്, റസൂലുള്ളാഹിന്റെ അഖ്വാലുകൾ, അഫ്ആലുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധികൾ, തീർപ്പുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ, യുദ്ധങ്ങൾ, അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള സൈന്യങ്ങളെ സംബന്ധിച്ചും ബഅൂസുകളെ സംബന്ധിച്ചും എല്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കറാമത്തുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നബുവത്തിന്റെ തെളിവുകൾ, ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഹദീസുകളും അദ്ദേഹമായിരുന്നു ഏറ്റവും അറിവുള്ള വ്യക്തി. മാത്രമല്ല ആ ഹദീസിൽ ഏതാണോ സ്വീകാര്യമായത്, തള്ളപ്പെടേണ്ടത് ഏതാണെന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന് വളരെ കൃത്യമായ അറിവാണ് ഉണ്ടായിരുന്നത്. വൽമൻഖൂൽ അൻ സഹാബ, സഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ആധാറുകൾ, അവരുടെ അഖ്വാലുകൾ, അഫ്ആലുകൾ, അവരുടെ വിധികൾ, അവരുടെ ഫത്വകൾ, അവരുടെ അവസ്ഥകൾ, അവരുടെ ജിഹാദിനെ സംബന്ധിച്ചും അവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ് എത്രത്തോളമാണ് അദ്ദേഹം ആധാറുകൾ ഉദ്ധരിക്കാറുള്ളത് എന്നുള്ളത്. فإنه كان رضي الله عنه من أضبط الناس لذلك وعرفهم فيه. ജനങ്ങളിൽ ഏറ്റവും കൃത്യതയുള്ള ഈ വിഷയങ്ങളിൽ, ഏറ്റവും ഹഫ്ളുള്ള, ഏറ്റവും കൃത്യതയുള്ള, ഏറ്റവും അതിൽ ഏതാണ് സഹീഹ് ഏതാണ് ദഈഫ് എന്നതും, വഅസ്റഇഹിം ഇസ്തിഹ്ദാറൻ ലിമാ യുരീദു മിൻഹു, ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത്, പ്രസംഗിക്കുന്ന സമയത്തൊക്കെ അത് ഏറ്റവും വേഗത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ഏതൊരു ഹദീസ് പറയുകയാണെങ്കിലും, ഏതൊരു ഫത്വ പറയുകയാണെങ്കിലും, അത് ആരാണത് പറഞ്ഞത്, എവിടത്തേക്കാണത്, ഏത് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്, ഏതാണ് അതിന്റെ സ്രോതസ് എന്നതെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തുന്നതാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് ഹഫ്ളിൽ നിന്നാണ്. ഇത് എന്നിട്ട് ഇവിടെ അത്ഭുതപ്പെടേണ്ട ഒരു സംഗതി എന്താണ്, ഇബ്നു തൈമിയ ആരുടെ മുമ്പിലാണ് ഇതൊക്കെ ക്ലാസ്സുകൾക്ക് അവതരിപ്പിക്കുന്നത്? വലിയ അയിമ്മത്തുകൾ, ഇബ്നുൽ ഖയ്യിമിനെ പോലെ വലിയ അയിമ്മത്തുകളുടെ മുമ്പിലാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇബ്നുൽ ഖയ്യിമിന്റെ ഏകദേശം എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ ഫസ്ലിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇബ്നു തൈമിയെ കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട്. ഇപ്പോൾ മദാരിസ് സാലിഖീൻ നമ്മൾ നോക്കിയതാണ്, അതിൽ നമ്മൾ ഏത് മൻസിലത്താണ് ഇബ്നു തൈമിയയെ കുറിച്ച് പരാമർശിക്കാതെ കഴിഞ്ഞു പോയിട്ടുള്ളത്. അതിൽ ഓരോന്നും പറയുമ്പോൾ അത്ഭുതത്തോടു കൂടി അങ്ങേറ്റം പുകഴ്ത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇബ്നു തൈമിയയുടെ മൻസിലത്ത് എത്ര ആയിരിക്കും? ഇമാം ദഹബി ഹദീസിന്റെ ഡോക്ടറാണ് അദ്ദേഹം. ഇബ്നു ഹജർ അസ്ഖലാനി പോലും ദുആ ചെയ്തത് അദ്ദേഹത്തെ പോലെ, ദഹബിയെ പോലെ ഹദീസ് ഹിഫ്ള് എനിക്ക് തൗഫീഖ് തരണമെന്നാണ് അദ്ദേഹം പോലും പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ ദഹബി വരെ ഇബ്നു തൈമിയയുടെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മിസ്സി, ആരാണ് മിസ്സി? അങ്ങനെ ഇമാം മിസ്സി, അതുപോലെ ഇബ്നു കസീർ തഫ്സീറിന്റെ ഇമാമാണ്. അങ്ങനെ ഇബ്നു അബ്ദുൽ ഹാദി അഖീദയിൽ തന്നെ വളരെ വലിയ ഇമാമാണ് അദ്ദേഹം. ഇവരെല്ലാം എന്താണ് ഈ ഇദ്ദേഹം ഓർമ്മയിൽ നിന്ന് വിശദീകരിച്ച് പറയുന്ന ഈ കാര്യത്തിൽ അതിലൊക്കെ ദബ്ത്ത്, ആ കൃത്യത, അബദ്ധങ്ങൾ എന്താണ് ഇല്ലായ്മ എന്ന് പറയുന്നത് അവരെല്ലാം സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. ഇവിടെ ബസ്സാർ റഹിമഹുള്ള പറയുന്നുണ്ട്, ഉലമാക്കളെല്ലാം അദ്ദേഹം ഒരു ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് ഒരു ഗ്രന്ഥം എഴുതിയാൽ അത് ആളുകൾ പോയിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാം എന്തുണ്ടാകും, എങ്ങനെയാണോ ഒറിജിനൽ ഗ്രന്ഥമുള്ളത് അതിനോട് യോജിക്കുന്ന രൂപത്തിലായിരിക്കും അദ്ദേഹം ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ومن أعجب الأشياء, ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, അന്നഹു ഫി മഹ്നതിഹിൽ ഊല ബിമസർ, ഈജിപ്തിൽ അദ്ദേഹം
ആ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പരീക്ഷണ കാലഘട്ടം, ലമ്മ ഉഖിദ വസുജിൻ, അദ്ദേഹം പിടികൂടപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്ത സമയത്ത്, വഹീല ബൈനഹു വബൈന കുതുബിഹി, അദ്ദേഹം ഒറ്റക്കാണ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വിദൂരത്താണ്. സന്നഫ ഇദ്ദത കുതുബ് സഗാറൻ വകിബാറൻ, വലുതും ചെറുതുമായിട്ട് നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. വദക്കറ ഫീഹാ മാ മഹ്താജ ഇലാ ദിക്രിഹി മിനൽ അഹാദീഥി വൽ ആഥാർ, ആ ഗ്രന്ഥങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ആയത്തുകൾ എഴുതുന്നതിൽ ഇബ്നു തൈമിയ്യ ഒരു പിശകും കാണിക്കാറില്ല. ആയത്തുകൾ സാധാരണ ഞാൻ പല ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം, ഒരു തവാദുഇനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ സബറിനെ സംബന്ധിച്ചാണ്, സബറിനെ കുറിച്ച് പറയുന്ന ആയത്തുകളൊക്കെ എന്ത് ചെയ്യും, അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പിൽ അടിച്ചാൽ സബർ എന്ന വേർഡ് അടിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ വരും. എന്നിട്ട് അത് നമ്മൾ ആ ക്രോഡീകരിച്ച് കാണുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും ഇങ്ങനെ എഴുതിയതാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവുകയാണ്. എന്നാൽ ഇബ്നു തൈമിയ്യ ആശയമാണ് നോക്കുക, പദമല്ല നോക്കുക. ചിലപ്പോൾ ഈ സബറിന് പദം തന്നെ ആയത്തിലുണ്ടാവില്ല, പക്ഷേ ആ ആശയത്തെ ഏറ്റവും അറിയിക്കുന്ന ആയത്ത് ഏതാണ് അത് ആദ്യം കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഏതായിരിക്കും അത് അടുത്തത് കൊടുക്കും. ഇങ്ങനെ അഖീദത്തുൽ വാസിത്തിയ്യ നോക്കുന്ന സമയത്ത് അതിൽ ഒരു അപാരമായൊരു ഓർഡർ ഉണ്ട്. ഓരോന്നും അത് വെക്കേണ്ട സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. അത് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എപ്പോഴാണ്, ഒരൊറ്റ ഇരിപ്പതിൽ അദ്ദേഹം എഴുതിയതാണെന്നുള്ള, ഗ്രന്ഥങ്ങളൊന്നുമില്ലാതെ ഒറ്റ ഇരിപ്പിൽ അദ്ദേഹം വേഗത്തിൽ എഴുതിയെടുത്തതാണ്. അപ്പോൾ എത്രത്തോളം ഇൽമ് എന്നുള്ളത് അവരിൽ സെറ്റായിരുന്നു. അതിൻ്റെ അത് അള്ളാഹിൻ്റെ ആയത്താണ്, അത് അത്രേ പറയാനുള്ളൂ. നമുക്ക് ഭാഷകൾക്ക് അതിനെ സംബന്ധിച്ച് വർണ്ണിക്കാൻ ഭാഷകൾക്ക് പരിമിതിയുണ്ട്. അങ്ങനെ അദ്ദേഹം ജയിലിലിരിക്കുമ്പോൾ വലുതും ചെറുതുമായ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി. അതിൽ ആയത്തുകളുണ്ട്, അതുപോലെ തന്നെ ഹദീസുകൾ, നിരവധി ഹദീസുകൾ, ആസാറുകൾ, സഹാബത്തിൽ നിന്നും സലഫുകളിൽ നിന്നും എല്ലാം നിരവധി ആസാറുകൾ. മാത്രമല്ല പണ്ഡിതന്മാരുടെ അക്വാലുകൾ, ചിലപ്പോൾ പേജുകൾ കണക്കിന് അക്വാലുകൾ ഉദ്ധരിക്കും. അതെല്ലാം ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് ഉദ്ധരിക്കുന്നത്. ഇതെന്താണിത്? അത്ഭുതമല്ല ഇതൊക്കെ? അസ്മാഇൽ മുഹദ്ദിസീൻ വൽ മുഅല്ലിഫീൻ വമുഅല്ലഫാതിഹിം, മുഹദ്ദിസുകളുടെ പേരുകളും ചിലപ്പോൾ സനദടക്കം ഹദീസും ഉദ്ധരിക്കും. അതുപോലെ ഗ്രന്ഥങ്ങളും ഗ്രന്ഥങ്ങളുടെ പേരുകളും ഗ്രന്ഥകാരന്മാരുടെ പേരുകളൊക്കെ ഉദ്ധരിക്കും. ഓരോന്നും അതിൻ്റെ സ്രോതസ്സുകൾ അതിൻ്റെ റെഫറൻസ് കൊടുക്കുകയും ചെയ്യും. അത് അവരുടെ ഗ്രന്ഥങ്ങളും പേരുകളും എല്ലാം കൊടുക്കും. കുല്ലു ദാലിക ബദീഹതൻ മിൻ ഹിഫ്ദിഹി, അതെല്ലാം ബദീഹത്തായിട്ടാണ്. ബദീഹത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചിരിക്കുക പോലും ചെയ്യാതെ, അങ്ങ് ഒന്ന് ചിന്തിക്കാതെ, ഒന്ന് പരിശോധിക്കാതെ അങ്ങ് എഴുതുന്നതിനാണ്, പറയുന്നതിനാണ് ബദീഹത്ത് എന്ന് പറയുക. അങ്ങനെയാണ് ഒഴുക്കിലങ്ങ് പറയാണ്, ആ ഒഴുക്കിലങ്ങ് എഴുതുകയാണ്. لأنه لم يكن عنده حينئذ കിതാബ് യുത്താലിഹു, അപ്പോൾ അദ്ദേഹത്തിന് വായിക്കാൻ ഒരു ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നില്ല എന്നാണ്. എന്നിട്ട് പിന്നീട് അദ്ദേഹം ആ ജയിലിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ പിന്നീട് പലരും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതിൽ ഒരു അബദ്ധമോ ഒരു പാകപ്പിഴവോ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വമിൻ ജുംലത്തിഹ കിതാബ് അസ്സാരിമുൽ മസ്ലൂൽ അലാ ഷാതിമിർ റസൂൽ, ഈ വിഖ്യാതമായ ഗ്രന്ഥമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത വിളിക്കുന്ന ആളുകളെ അവരുടെ വിധിയുടെ വിഷയത്തിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥം. ആ ഗ്രന്ഥം പോലെ ആ വിഷയത്തിൽ മറ്റൊരു ഗ്രന്ഥമില്ല എന്നുള്ള, അതിലേത് തരത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അത് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളത് എത്ര തെളിവുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഹിഫ്ളിൽ നിന്ന് എടുത്ത് എഴുതിയാണ്. ഇത് സാരിമുൽ മസ്ലൂൽ മാത്രമല്ല, നിരവധി ഗ്രന്ഥങ്ങൾ. വഹാദ മിനൽ ഫദ്ൽ ലദി ഖസ്സഹു അല്ലാഹു തആല ബിഹി, അല്ലാഹ് അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകിയ ഒരു ഫദ്ലാണത്. ഇതൊക്കെ ആരാണ് അത്ഭുതപ്പെടുന്നത്? ബസ്സാറിനെ പോലെ, ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള ആളുകൾ
ചരിത്രത്തിൽ റെയറായ ആളുകൾ വരെ അത്ഭുതപ്പെടുകയാണ്. ومنها ما منحه الله تعالى من معرفة اختلاف العلماء ونصوصهم. അതുപോലെ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങൾ, എന്നിട്ട് അത് അവരുടെ ഓരോരുത്തരെയും ഉദ്ധരണികൾ ഏതാണ്, എന്നിട്ട് അതിൽ എത്രത്തോളം അഭിപ്രായങ്ങളുണ്ട് ഒരു വിഷയത്തിൽ, അവരുടെ ഓരോ വിഭാഗം ആളുകളുടെ ഉദ്ധരണികൾ ഏതാണ്, അതിൽ ഏതാണ് ഏറ്റവും മുൻതൂങ്ങുന്ന അഭിപ്രായം, ഏറ്റവും അല്ലാത്ത അഭിപ്രായം ഏതാണ് എന്നതെല്ലാം അദ്ദേഹത്തിന് എന്താണ്, എല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. അദ്ദേഹം എന്താണ് അത് പരിശോധിക്കേണ്ട, വായിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഫികുല്ലി അസ്റിൻ വസമാൻ, ഫികുല്ലി സമാനിൻ വമകാനിൻ വഅസ്ർ, എല്ലാ കാലഘട്ടത്തിലും ഉലമാക്കൾ, എല്ലാ നാടുകളിലുള്ള ഉലമാക്കൾ, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഉലമാക്കൾ, എല്ലാ പഠനശാഖകളിലുള്ള ഉലമാക്കളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് വിശദമായ അഭിപ്രായമാണ്. ഇവിടെ ഹത്താ ഇന്നഹു ഹത്താ കാന ഇദാ സുഇല അൻ ശൈഇ മിൻ ദാലിക കാന ജമീഅ അൽ-മൻഖൂൽ അൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി വൽ ഉലമാ ഫീഹി മിൻ അൽ-അവ്വലീന വൽ ആഖിരീൻ മുസവ്വിറുൻ മസ്തൂറുൻ ബി ഇസാഇഹി. ഇദ്ദേഹത്തോട് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെടുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസുകൾ, ആധാറുകൾ, സഹാബത്തിൽ നിന്നും സലഫുകളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നൊക്കെയുള്ള ആധാറുകൾ, ഉലമാക്കളുടെ അഖ്വാലുകളും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം അത് മുൻകാലക്കാരും പിൽക്കാലക്കാരുമായിട്ടുള്ള എല്ലാ ഉലമാക്കളും എല്ലാ കാലഘട്ടത്തിലും എല്ലാ നാടുകളിലും എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഉലമാക്കളും അവരുടെ എല്ലാ അഭിപ്രായങ്ങളെല്ലാം ഒരു അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ അദ്ദേഹം കാണുന്നത് പോലെയാണ് അദ്ദേഹം എന്ത് ചെയ്യുക, അത് പറയുകയോ എഴുതുകയോ ചെയ്യുക എന്നുള്ളത്. അത്ഭുതം തന്നെയാണത്. ഇത് അദ്ദേഹത്തെ കണ്ട എല്ലാവരും ഏകോപിച്ച ഒരു വിഷയമാണ്. അദ്ദേഹത്തിന്റെ ഇൽമ് പിൽക്കാലം ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ചുള്ള ആളുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മിമ്മല്ലം യുഗല്ലബ് അഖ്ലഹു അൽജഹ്ലു വൽ ഹവ. ഒരാൾ ഇതെല്ലാവർക്കും ജഹ്ലും ഹവയും ഒരാളുടെ അഖലിനെ തെറ്റിച്ചു കളയാത്ത എല്ലാ നേരെയുള്ള അഖലിനും സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. وأما مؤلفاته ومصنفاته فإنها أكثر من أن أقدر على إحصائها. എന്നാൽ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിജ്ഞാനങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇനിയും വിശദീകരിക്കേണ്ട വിഷയമാണ്. ഓരോ വിജ്ഞാന ശാഖയെ സംബന്ധിച്ച് അത് ഉലമാക്കൾ പറഞ്ഞതാണ്. അദ്ദേഹം ഓരോ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, ഫിഖ്ഹിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും ഇദ്ദേഹത്തിന് ഫിഖ്ഹ് അല്ലാതെ വേറെ ഒന്നും അറിയില്ല. അങ്ങനെ ഓരോ പഠനശാഖയും അതുപോലെ തന്നെയാണ്. അദ്ദേഹം എല്ലാ വിഷയത്തിലും അദ്ദേഹം വെറും സാധാരണ പണ്ഡിതന്മാർ കൂടുതൽ പഠിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? തഫ്സീറുകൾ, അതുപോലെ അഖീദ, ഫിഖ്ഹ്, ഉസൂലുകൾ, ഉസൂൽ ഹദീസ്, ഉസൂൽ ഫിഖ്ഹ്, ഇതൊക്കെയാണ്. എന്നാൽ ഇദ്ദേഹത്തിന് അതിന് പുറത്തുള്ള വിഷയങ്ങൾ, ഇൽമുൽ കലാമും മന്തിഖും അതുപോലെ തന്നെ അങ്ങനത്തെ ഫൽസഫയും അതുമായി പുറത്തുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിന് അതിൽ അവരുടെ പണ്ഡിതന്മാരെക്കാളും വിശദമായിട്ട് അറിയാമായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് സംസാരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബസാർ പറയും, എനിക്കത് കണക്കാക്കാൻ സാധിക്കുകയില്ല. ബൽ ഹാദാ ലാ യഖ്ദിറു അലൈഹി ഗാലിബൻ അഹദ്. അത് ആർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എത്രയുണ്ട് നിജപ്പെടുത്തി പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രയും അധികമുണ്ട്. കിബാറും സിഗാറും, ചെറുതും വലുതുമായിട്ട് നിരവധി ഗ്രന്ഥങ്ങളാണുള്ളത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങളുള്ള ഉലമാക്കളിൽ വളരെ പ്രധാനിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിൽ ഓരോ ഗ്രന്ഥത്തിനും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട്. ഓരോ ഗ്രന്ഥവും ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്.
ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് അഖീദത്തുൽ വാസിത്തിയ്യ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്രന്ഥമാണ്. ഇവിടെ അഖീദത്തുൽ വാസിത്തിയ്യ ആ ഗ്രന്ഥം എഴുതാനുള്ള പശ്ചാത്തലം നമുക്ക് അറിയാവുന്നതാണ്. ഇറാഖിലെ വാസിത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പണ്ഡിതൻ, ഒരു ഖാദി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ വിവരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് നമ്മുടെ മുൻഗാമികളൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇബ്നു തൈമിയ്യക്ക് സ്വന്തമായിട്ട് ഒരു ഗ്രന്ഥം എഴുതുക എന്നുള്ളത് അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയമേ അല്ല. അത് വ്യക്തമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹം ഗ്രന്ഥം എഴുതുന്നത്. അധിക ഗ്രന്ഥങ്ങളും എഴുതുന്നതിനൊരു സംഭവം അതിനെ അനിവാര്യമാക്കുന്നുണ്ട്, നമുക്കത് കാണാവുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം വിടാതെ കൂടി നിർബന്ധിച്ചപ്പോൾ ഇബ്നു തൈമിയ്യ സമ്മതിക്കുകയും അസറിന് ശേഷം ഇരുന്നുകൊണ്ട് ഒറ്റ ഇരിപ്പിൽ അദ്ദേഹം അഖീദത്തുൽ വാസിത്തിയ്യ എഴുതി അദ്ദേഹം കൊടുത്തു എന്നല്ല, മഗ്രിബ് ആവുന്നതിന് മുമ്പ് എഴുതി തീർത്തു കൊടുത്തു. ഇന്ന് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ പറയുന്നുണ്ട്, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ പറയുന്നത്, ഞാൻ ആ ഗ്രന്ഥം ദിവസം ക്ലാസ് എടുത്തുകൊണ്ട് 2.5 വർഷം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അഖീദത്തുൽ വാസിത്തിയ്യ പൂർത്തീകരിച്ചു. 2.5 വർഷം ഡെയിലി ക്ലാസ് എടുത്തുകൊണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ. ചില ഗ്രന്ഥങ്ങൾ തആറുദുൽ അഖ്ലി വന്നഖൽ ഉലമാക്കൾക്ക് പോലും കൃത്യമായി മനസ്സിലാവുകയില്ല എന്നതാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ അധിക ഗ്രന്ഥങ്ങളും. അങ്ങനെ ഓരോ ഗ്രന്ഥത്തിനും ഓരോ കാരണങ്ങളുണ്ട് അനിവാര്യമാക്കുന്നത്. അദ്ദേഹം അതുകൊണ്ട് മാത്രമാണ് ഗ്രന്ഥങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓരോ ഗ്രന്ഥങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രസക്തമാകുന്നുണ്ട്. അതൊരുപാട് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തേണ്ടതാണ്. അതിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് തൽഖീസു അത്തൽബീസ് അലാ അസാസി അത്തഖ്ദീസ്. ഫഖ്റുദ്ദീൻ അർ-റാസി റഹിമഹുല്ലാ, നമുക്ക് അറിയപ്പെട്ട അശ്ശാരി പണ്ഡിതനാണ്. ഫഖ്റുദ്ദീൻ അർ-റാസി തഫ്സീർ എഴുതിയുള്ള പണ്ഡിതനാണ് അദ്ദേഹം അശ്ശരിയാണ് എന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ ധാരാളം മുഅ്തസിലി ആശയങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ തഫ്സീർ വളരെ പ്രസിദ്ധമായിട്ടുള്ള തഫ്സീറാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, അസാസു തഖ്ദീസ് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന് മറുപടിയായിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തൽഖീസു തൽബീസ് എന്ന രൂപത്തിലൊക്കെ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് അറിയപ്പെട്ടത് തൽബീസുൽ ജഹ്മിയ എന്ന പേരിലാണ് ആ ഗ്രന്ഥം അറിയപ്പെട്ടുള്ളത്. അത് റാസി റഹിമഹുള്ളക്കുള്ള മറുപടിയായിട്ടാണ്. റാസിയുടെ അസാസു തഖ്ദീസ് എന്ന ഗ്രന്ഥത്തിന് ഇബ്നു തൈമിയ്യ വിളിക്കാറുണ്ടായിരുന്നത് അസാസുൽ ജഹ്മിയ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം തൽബീസു അൽ ജഹ്മിയ എന്നാണ് ഗ്രന്ഥത്തിന് പേര് വിളിച്ചിട്ടുള്ളത്. ഈ ഗ്രന്ഥം 12 വാള്യങ്ങൾ, ആ കാലഘട്ടത്തിലെ 12 വാള്യം ഉണ്ടായിരുന്നു എന്നാണ്. ഇന്ന് അതിലേറെ വാള്യങ്ങളാണ്. ഇന്ന് പരിപൂർണമായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽപ്പെട്ട വമിൻഹ മാ യബ്ലുഗു 7 മുജല്ലദാത്ത്, 7 വാള്യങ്ങൾ ഉള്ള ഗ്രന്ഥം. കൽ ജംഅ ബൈനൽ അഖ്ലി വന്നഖൽ, ജംഅ ബൈനൽ അഖ്ലി വന്നഖൽ എന്ന ഗ്രന്ഥം ഇന്ന് അറിയപ്പെടുന്നത് ദർഉ തആറുദുൽ അഖ്ലി വന്നഖൽ എന്ന പേരിലാണ്. ഈ ഗ്രന്ഥവും മുഅ്തസിലികൾക്കും അതുപോലെ റാസിക്കൊക്കെ ഉള്ള മറുപടിയാണ് ദർഉ തആറുദുൽ അഖ്ലി വന്നഖൽ എന്ന ഗ്രന്ഥത്തിൽ. അത് വളരെയധികം ടഫായ ഗ്രന്ഥമാണ്. ആയ ഒരു ഗ്രന്ഥം, ഒരു മാസ്റ്റർ പീസാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ദർഉ തആറുദുൽ അഖ്ലി വന്നഖൽ. ആ ഗ്രന്ഥത്തിൽ പല കക്ഷികൾക്കും അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇന്ന് ഈ ദർഉ തആറുദുൽ അഖ്ലി വന്നഖൽ 11ഓളം വാള്യങ്ങളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ പറയുന്നത് നമുക്ക്
കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തരീഖുൽ ഹിജ്റത്തിൽ പറയുന്നുണ്ട്, വമൻ അറാദ മാരിഫത ഹാദ ഫലിയഖറ കിതാബ് ശൈഖനാ വഹുവ ബയാൻ മുവാഫഖതി അൽ അഖ്ലി സ്വരീഹ് ലിന്നഖ്ലി അസ്സഹീഹ്. ഇവിടെ നമ്മൾ പേരുകൾക്ക് ഓരോരുത്തർ പേര് പറയുമ്പോൾ കിതാബിൻ്റെ പേര് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ പേരിന് കിതാബിന് പേര് കൊടുക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ അതൊന്നും അദ്ദേഹത്തിൻ്റെ എന്തല്ല വിഷയങ്ങളേ അല്ല. ഇങ്ങനെ കുറേ ഇന്ന് എല്ലാവരും എന്താണ് പേരിനും അതിൻ്റെ കിതാബിൻ്റെ ചട്ടക്കുമാണ് എന്ത് ചെയ്യുന്നത്, അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത്. അത് പിന്നെ മാർക്കറ്റിങ് ഇതൊന്നും ഇല്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കൈയെഴുത്ത് പ്രതികൾ ഇന്നും നമുക്ക് കിട്ടാൻ സാധിക്കും. ഏറ്റവും വായിക്കാൻ പ്രയാസമുള്ള കൈയെഴുത്താണ് ആരുടേത്? ഹാൻഡ് റൈറ്റാണ് ഇബ്നു തൈമിയ്യയുടേത്. കാരണം അത്രയും വേഗതയിലാണ് അദ്ദേഹം എഴുതാറുണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ തഹ്ഖീഖ് ചെയ്യുന്ന ഉലമാക്കൾ ഞാൻ പറയുന്നതായിട്ട് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ദിവസങ്ങളോളം ഒരു പേജ് തന്നെ വായിക്കാൻ എടുക്കുന്നതാണ്. കാരണം അത്രയും ടഫാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് മനസ്സിലാക്കിയെടുക്കാൻ. കാരണം വേഗത്തിൽ അദ്ദേഹം എഴുതുകയാണ് ചെയ്യാറുള്ളത്. മാത്രമല്ല ഒരു പേജ് ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേജ് എഴുതാൻ പേജുകൾ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്തു, മടക്കി ആ മാർജിനിൽ എഴുതാൻ തുടങ്ങും, പിന്നെ ബാക്കിൽ വരികൾക്കിടയിൽ എഴുതാനൊക്കെ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം എഴുതാറുള്ളത്. അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടൊന്നുമില്ല. ഇത് വലിയൊരു അറിവ് നമുക്ക് പകർന്നു തരുന്നുണ്ട്. അസ്ബാബുകളല്ല വിഷയം. അസ്ബാബുകൾ അതിൻ്റെ വാല്യൂ അല്ല പ്രാധാന്യമുള്ളത്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ മൂല്യമല്ല പ്രധാനപ്പെട്ടത്. ഉദാഹരണമായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് കാബ പുതുക്കി പണിത സമയത്ത് അവർ രണ്ടാളും കൂടിയിട്ട് ഒരു കല്ലെടുത്ത് കൊണ്ടുവന്നിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു കല്ലിൻ്റെ മേലെ കല്ലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു മതിൽ പോലെ ഇങ്ങനെ പണിയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാബ അതിൻ്റെ പ്രാധാന്യം ഇബ്രാഹിം അലൈഹിസ്സലാം പണിതതും ഇന്ന് ഏത് രൂപത്തിലാണ് അത് പണിയപ്പെട്ടത്? അപ്പോൾ ഇവർ ഇന്ന് പുതുക്കി പണിയുന്നതിനേക്കാളൊക്കെ എത്രയോ വലിയ ശ്രേഷ്ഠതയാണ് ആർക്കുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ അവിടെ അദ്ദേഹം പണിതതിൻ്റെ മോടിയോ അതിൻ്റെ വലിപ്പമോ ഒന്നല്ല വിഷയം. അതിനെ പ്രേരിപ്പിച്ച ഇഖ്ലാസും അവരുടെ അമാലുൽ ഖുലൂബുമാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നും അത് ഇബ്രാഹിം അലൈഹിസ്സലാം ആ മക്കയുടെ ഓരോ ഭാഗങ്ങളും ഇബ്രാഹിമിനെ അലൈഹിസ്സലാമിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ? മഖാം ഇബ്രാഹിം, അതുപോലെ തന്നെ മക്കയുടെ ഓരോ ഭാഗങ്ങളും സംസം ഒക്കെ ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടതാണ്. മിനയും അറഫയും ഓരോ സ്ഥലങ്ങളും സഫ മർവയും എല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ വേറെ ആരും എന്ത് ചെയ്തിപ്പെട്ടില്ല, ഒരാൾക്കും പ്രസക്തി ഉണ്ടായിട്ടില്ല. കാരണം പക്ഷെ അവരുണ്ടാക്കിയതിനേക്കാളൊക്കെ പൈസ മുടക്കിയിട്ടാണ് പലരും ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര ആളുകൾ പുതുക്കിപ്പണിതു ഏതെല്ലാം കാലഘട്ടത്തിൽ. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം അത് പണിതപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ്, അദ്ദേഹത്തിൻ്റെ യഖീനും ഈമാനും അമാലുൽ ഖുലൂബുമാണ് അദ്ദേഹത്തിന് ആ പദവി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഓരോ കാര്യങ്ങളും മദീന പള്ളി റസൂല് പണിയുന്ന സമയത്ത് അത് മണ്ണുകൊണ്ടുണ്ടാക്കിയാണ്. അന്ന് ആ പണിതതിൻ്റെ പ്രാധാന്യം പിന്നീട് പുതുക്കി പണിതതിനൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നീട് എത്രത്തോളം സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉണ്ടാക്കിയാൽ പോലും അതിൻ്റെ ഒന്നും വാല്യൂ എത്തൂല. അപ്പോൾ ഒന്നും അതിൻ്റെ അസ്ബാബുകൾ കൊണ്ടോ അതിനുപയോഗിക്കുന്ന അതിൻ്റെ പ്രൗഢി കൊണ്ടൊന്നുമല്ല അതിൻ്റെ അജ്ർ നിർണ്ണയിക്കപ്പെടുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അമാലുൽ ഖുലൂബ് മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഇബ്നു തൈമിയ്യ നോക്കൂ, ഇന്ന് ഓരോരുത്തർ നമ്മളിപ്പോൾ ഇപ്പോൾ ആധുനിക സൗകര്യം ഉപയോഗിച്ച് ഒരു ഗ്രന്ഥം എഴുതിയാൽ പോലും അതൊക്കെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുകയാണ് ചെയ്യുക. ആരും വായിക്കൂല, വായിച്ചാൽ തന്നെ അത് മറക്കപ്പെടുകയാണ് ചെയ്യുക. അത് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുകയാണ് ചെയ്യുക. ഇബ്നു തൈമിയ്യ ആ എഴുതിയ ഗ്രന്ഥങ്ങൾ അങ്ങേയറ്റം മോശമായ എഴുത്തിൽ എഴുതിയ
വേഗതയിൽ എഴുതിയ, ഒറ്റയിരുപ്പിൽ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ ഇന്നും എല്ലാവരും എന്താണ് പഠിക്കുന്നു. അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഞാൻ പല ഓറിയന്റലിസ്റ്റുകളെ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ചില ഓറിയന്റലിസ്റ്റ് ഒറ്റ ഗ്രന്ഥം മാത്രം, അവരെ ആയുസ് മുഴുവൻ ഒരു വിഷയം മാത്രം പഠിക്കാൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഒരു 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 വ്യക്തിയുടെ ഒരു ആയുസ് മുഴുവൻ പഠിക്കുന്നത്, ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ ഒരു ടോപ്പിക്ക്, റാഫിദുകളെ കുറിച്ച് ഇബ്നു തൈമിയയുടെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്തായിരിക്കും ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം എത്ര വലുതായിരിക്കും. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഇന്നഹു കിതാബുൻ ലം യത്റുഖിൽ ആലിം, ആലമു അല്ലെങ്കിൽ ആലിം ലഹു നദീറുൻ ഫി ബാബിഹി, ആ ഒരു സമാന വിഷയത്തിൽ ഒരു പണ്ഡിതൻ പോലും ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അതുപോലെ ഒരു ഗ്രന്ഥം എഴുതാൻ പരിശ്രമിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. فإنه هدم فيه قواعد أهل الباطل من أساسها, ബാത്തിലിൻ്റെ ഖവാഇദുകൾ എല്ലാം അതിൻ്റെ ബേസിൽ തന്നെ അദ്ദേഹം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. فخرت عليهم سقوفهم من فوقهم, അങ്ങനെ ബാത്തിലിൻ്റെ ആ റൂഫുകളെല്ലാം അവരുടെ മേലേക്ക് വീണു എന്നതാണ്. وشيد قواعد أهل السنة والحديث, ഹദീസിൻ്റെയും അഹ്ലു സുന്നത്തിൻ്റെയും ആളുകളുടെ ഖവാഇദുകൾ അദ്ദേഹം പടുത്തുയർത്തി എന്നുള്ളതാണ്. വഹ്കമഹ വറഫഅ അലാമഹ, അദ്ദേഹം ഭദ്രമായ ഒരു എന്താണ് സുന്നത്തിൻ്റെയും ഹദീസിൻ്റെയും കെട്ടിടം അവിടെ പണിതു, അതിൻ്റെ ആലാമുകൾ അദ്ദേഹം ഉയർത്തി. അങ്ങനെ അവിടെ അദ്ദേഹം അത് സ്ഥാപിച്ചു എന്നുള്ളതാണ്. فجاء كتابا لا يستغني من نصح نفسه من أهل العلم عنه, ഒരു പണ്ഡിതന് പോലും ആ ഗ്രന്ഥം മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. فجزاه الله عن أهل العلم والإيمان أفضل جزاء وجزى العلم والإيمان عنه كذلك. سبحان الله العظيم. ഇത് ഓരോ ഗ്രന്ഥങ്ങളുടെ കാര്യമാണ്. ഇത് ഇനി അദ്ദേഹത്തിൻ്റെ നൂനിയയിലും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട്. വഖ്റ കിതാബൽ അഖ്ലി വന്നഖൽ അല്ലദീ മാ ഫിൽ വുജൂദി ലഹു നദീറുൻ സാനി, നീ അഖ്ല് നഖലിനെ സംബന്ധിച്ചുള്ള ഇബ്നു തൈമിയയുടെ ഗ്രന്ഥം നീ വായിക്കുക, ഈ വുജൂദിൽ ഉണ്മയിൽ അതുപോലെ ഒരു ഗ്രന്ഥം ഇല്ല എന്നതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയയുടെ ഓരോ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് മിൻഹാജുൽ ഇസ്തിഖാമ വൽ ഇഅ്തിദാൽ. ഇന്ന് ആ ഗ്രന്ഥം അറിയപ്പെടുന്നത് മിൻഹാജുസ് സുന്നത്തിൻ നബവിയ്യ എന്നതാണ്. അല ഫിർറദ്ദി അല ശിഅത്തിൽ ഖദരിയ എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രന്ഥം ഇന്ന് 7 വാള്യങ്ങളിലാണ് പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 7, പിന്നെ പുതിയ പ്രിന്റുകൾ അതിലേറെ ഉണ്ട് കേട്ടോ. എത്രയോ, ഈ ഒരു പ്രിന്റ് തന്നെ മിൻഹാജുസ് സുന്ന തന്നെ എത്രയോ ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, തഹ്ഖീഖ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലോകത്തുള്ള പല യൂണിവേഴ്സിറ്റികളും ഓരോ ഗ്രന്ഥങ്ങളും പഠനവിധേയമാക്കിയിട്ട് അത് ഒരു റിസർച്ച് ആക്കിയിട്ട് ഒരു തിസീസായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിന്റ് ചെയ്യുന്നതുമുണ്ട്. ഈ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലം അത് ഇബ്നു മുത്തഹിർ അൽ ഹല്ലി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഷിഈ പണ്ഡിതൻ മിൻഹാജുൽ കറാമ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതി. എന്നിട്ട് ആ കാലഘട്ടത്തിലെ ഈ മുഗൾ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു. അവർക്കൊക്കെ ഇതിൽ അത്ഭുതം ഉണ്ടായി, അവർക്കൊക്കെ ഇഷ്ടമുണ്ടായി ഈ മിൻഹാജുൽ കറാം എന്ന ഗ്രന്ഥം. അങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കേൾക്കുന്നത്. ഇബ്നു തൈമിയ ആ കാലഘട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ, പക്ഷെ ആരും തന്നെ ആ ഗ്രന്ഥത്തിന് മറുപടി എഴുതാൻ എന്തുണ്ടായിട്ടില്ല, യോഗ്യത ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ധൈര്യവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇബ്നു മുത്തഹിർ അൽ ഹല്ലി എന്ന് പറയുന്നത് ഒരു ഷീ പണ്ഡിതനാണെങ്കിൽ പോലും അദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന് പല വിഷയങ്ങളിൽ മന്തിഖിലും ഫൽസഫയിലും എല്ലാ വിഷയങ്ങളും പ്രാവീണ്യമുള്ള പണ്ഡിതനാണ്. ഈ വിഷയത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അയാൾക്ക് മറുപടിയായിട്ട് മിൻഹാജുസ് സുന്നത്തിൻ നബവിയ്യ എന്ന് പറയുന്ന
വിഖ്യാതമായ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഗ്രന്ഥം ഇന്നും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുതൽ ഇന്നും ഇൻഷാ അല്ലാഹ് ഇലാ ഖിയാമിസ് സഅ ഈ മുസ്ലിം ഉമ്മത്ത് ഷിയത്തെ സംബന്ധിച്ചും ഖദറിയത്തിനെ സംബന്ധിച്ചൊക്കെ പഠനം നടത്തുന്ന ഒരു ഏറ്റവും വലിയ റഫറൻസ് ഗ്രന്ഥമായിട്ടുള്ള മിൻഹാജ് സുന്ന എഴുതിയിട്ടുള്ളത്. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ ഇബ്നു തൈമിയയുടെ ഹസ്മായിട്ട് അറിയപ്പെട്ട തഖിയുദ്ദീൻ സുബ്കി വരെ പുകഴ്ത്തി കവിതകൾ എഴുതി എന്നുള്ളതാണ്. ഏതൊരു ഗ്രന്ഥത്തെ സംബന്ധിച്ച്? മിൻഹാജ് സുന്നയെ സംബന്ധിച്ച്. ഇതൊക്കെ നമുക്ക് സത്യത്തിൽ ഞാനിതെല്ലാം എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. എപ്പോഴും എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. ഞാൻ ഒരു സലഫിയാണ്, ഒരു അഹ്ലുൽ ഹദീസിൽപ്പെട്ട ഒരാളാണ്. നമ്മളിൽ മാത്രമാണ് ഇതുപോലൊരു ഇമാം വന്നിട്ടുള്ളൂ എന്നുള്ള ഒരു അഭിമാനം എനിക്ക് വായിക്കുമ്പോൾ എപ്പോഴും വരാറുണ്ട്. എനിക്ക് അത് ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് ഏതൊരാൾക്കും അറിയാൻ സാധിക്കുന്ന കാര്യമാണ്. എപ്പോഴൊക്കെ ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് അത്ഭുതങ്ങൾ വരും. ഇതെന്താണ്? അള്ളാഹുവിൻ്റെ ഒരു പ്രതിഭാസം, അത്ഭുതമാണ് എന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട്. അതിൽപ്പെട്ടതാണ് അദ്ദേഹം. അപ്പം നിങ്ങൾ നോക്കൂ, ഇബ്നു തൈമിയയുടെ വിരോധികളായിട്ടുള്ള സുബ്കി പോൽ കവിതകൾ എഴുതിയിട്ട് ഈ ഗ്രന്ഥത്തെ പുകഴ്ത്തുകയാണ്. അപ്പോൾ എന്തായിരിക്കും ആ ഗ്രന്ഥത്തിന്റെ പ്രസക്തി? ഈ ഗ്രന്ഥം ഇമാം ദഹബി അതെന്ത് ചെയ്തിട്ടുണ്ട്? തൽഖീസ്, സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അൽ മുൻതഖ എന്ന് പറയുന്ന ഗ്രന്ഥം, അത് ഇന്നും പ്രിന്റഡ് ആയിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ മിൻഹാജ് സുന്നത്ത് നബവിയെ അദ്ദേഹം എന്താക്കിയതാണ്? ഇഖ്തിസാർ ചെയ്തതാണ്. അതുപോലെ നിരവധി ഉലമാക്കൾ ഈ ഒരു മിൻഹാജ് സുന്നയുമായി റിലേറ്റഡ് ആയിട്ട് അത് ചുരുക്കിയും അതിനെ ഷർഹ് ചെയ്തും ഒക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു തൈമിയയുടെ മറ്റൊരു ഗ്രന്ഥമാണ് കർറദ്ദി അല നസാറ വ ശിബ്ഹിഹി മാ യബ്ലുഗു 3 മുജല്ലദാത്ത് 3 വാള്യങ്ങളിൽ നസ്രാണികൾക്കുള്ള മറുപടിയായിട്ട് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം അൽ ജവാബു സഹീഹ് ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ്. ഈസാ നബിയുടെ ദീന് മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കിയ നസ്രാണികൾക്കുള്ള റദ്ദ് എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള വ്യക്തമായ മറുപടി. അപ്പോൾ ഇന്ന് നസ്രാണികൾക്കുള്ള റദ്ദ് ഇന്നും ഏറ്റവും വലിയ റഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുന്നു. വമിൻഹൽ മുജല്ലദാൻ കനിക്കാഹിൽ മുഹല്ലിൽ വഇബ്താലി അൽ ഹിയൽ. ഈ നിക്കാഹിൽ മുഹല്ലിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയപ്പെടുന്ന കാര്യമാണ്. 3 തവണ തലാഖ് ചെയ്തിട്ടുള്ള സ്ത്രീകൾ അവരെ പിന്നെ പിന്നെ മറ്റൊരു അയാളുടെ ഭർത്താവിന് പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. അപ്പോൾ അതിന് ചില ആളുകൾ സൂത്രപ്പണി എടുക്കാറുണ്ട്. എന്ത്? മുഹല്ലിൽ എന്നുള്ള കാര്യം. കല്യാണം പൈസയ്ക്ക് വേണ്ടി കഴിച്ചു കൊടുക്കുക, ആ സ്ത്രീയെ സമീപിക്കാതെ. എന്നിട്ട് അവർ നിക്കാഹ് ഹലാലാക്കി കൊടുക്കുന്നത്. അത് ഇസ്ലാമിൽ ഒരിക്കലും പാടില്ലാത്തതാണ്. ആ വിഷയത്തിൽ വ്യക്തമായ ഹദീസ് വന്നിട്ടുണ്ട്. ലാനല്ലാഹുൽ മുഹല്ലിൽ വൽ മുഹല്ലിൽ ലഹു എന്ന ആശയത്തിൽ ഹദീസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അള്ളാഹ് ലാനത്ത് ചെയ്തിട്ടുണ്ട്. വഇബ്താലിൽ ഹിയൽ, അതുപോലെ തന്നെ ഹീലത്തുകൾ, ഈ സൂത്രപ്പണികളെ ഇബ്താൽ ചെയ്യുന്ന വിഷയം. അതുപോലെ ഷറഹുൽ അഖീദ അൽ അസ്ബഹാനിയ, ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ 2 വാള്യങ്ങളുള്ളതായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. വമിൻഹ മുജല്ലദുൻ വദൂന ദാലിക്, 1 വാള്യവും അതിൽ കുറഞ്ഞതുമായിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം ഇവിടെ ഓരോ ഗ്രന്ഥങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. തഫ്സീർ സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ അസ്സാരിമുൽ മസ്ലൂൽ അല ശാതിമിർ റസൂൽ, റസൂലിനെ ചീത്ത പറഞ്ഞ തെറി വിളിച്ച ആളുകളെ മേലുള്ള ഊരിപ്പിടിച്ച വാള് എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. ഇവിടെ ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതാനുള്ള പശ്ചാത്തലം, അസ്സാഫ് എന്ന പേരുള്ള ഒരു നസ്രാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ജനങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ആക്രമിക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്തു, ഈ അസ്സാഫിനെ. ഈ സമയത്ത് ഇബ്നു തൈമിയ ഭരണാധികാരിയുടെ അടുക്ക് പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളെ കൊല്ലണമെന്നുള്ള കാര്യത്തിൽ. ഈ വിഷയത്തിൽ പക്ഷേ ജനങ്ങളെല്ലാം
ഒരുമിച്ച് കൂടി ഇങ്ങനെ കല്ലെറിഞ്ഞ സമയത്ത് ജനങ്ങളെ ഇളക്കി വിട്ടത് ഇബ്നു തൈമിയയും അതുപോലെ തന്നെ കൂടെയുള്ളവരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടികൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എന്ത് ചെയ്തത്, ഇബ്നു തൈമിയ അസ്സാരിമുൽ മസ്ലൂൽ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അസ്സാഫ്, നസ്രാണിയായ അസ്സാഫ് ഇസ്ലാം സ്വീകരിച്ചു. മാത്രമല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മോചിതനാക്കപ്പെടുകയും ചെയ്തു എന്നതാണ്. ഇവിടെ അത്ഭുതകരമായ കാര്യം വെച്ചാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പ്രസിദ്ധനായ ഒരു എതിരാളിയാണ് ബക്രി എന്ന് പറയുന്ന വ്യക്തി. ബക്രിക്കുള്ള മറുപടിയായിട്ട് അദ്ദേഹം എഴുതിയതാണ് അൽ ഇസ്തിഗാസ ഫിർറദ്ദി അലൽ ബക്രി, അർറദ്ദ് അലൽ ബക്രി എന്ന പേരിൽ അറിയപ്പെട്ട ഗ്രന്ഥമാണ്. 2-3 വാള്യങ്ങളിലുള്ള അറിയപ്പെട്ട ഗ്രന്ഥമാണ് കേട്ടോ. ഈ ബക്രി ഇബ്നു തൈമിയ റഹിമഹുള്ളയെ ആരോപിച്ചുകൊണ്ട് പറയാണ്, ഇബ്നു തൈമിയ റസൂലുള്ളാഹിനെ തെറി വിളിക്കുന്ന ആളാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ ആ ഗ്രന്ഥത്തിൽ പിന്നെ ഇബ്നു തൈമിയ റഹിമഹുള്ളയെ സംബന്ധിച്ച് പറയുന്ന വിമർശിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇവിടെ അത്ഭുതമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ബക്രി എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു തൈമിയയുടെ സാരിമുൽ മസ്ലൂൽ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല സാരിമുൽ മസ്ലൂലിൽ നിന്ന് പല കോട്ടിങ്സുകൾ എവിടെ കൊടുത്തിട്ടുണ്ട്, അയാളുടെ പല ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പറയണത് ഇബ്നു തൈമിയ റസൂലുള്ളാഹിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഗ്രന്ഥമാണ് അൽ ഫുർഖാൻ ബൈന ഔലിയ റഹ്മാൻ വ ഔലിയ ശൈത്താൻ. അതുപോലെ തന്നെ ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീം. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീം വളരെ പ്രസിദ്ധമായ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതായത് ഫുർഖാൻ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്ന ആ ഗ്രന്ഥം, ഫുർഖാൻ ബൈന ഔലിയ റഹ്മാൻ വ ഔലിയ ശൈത്താൻ. അതുപോലെ ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീം ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. ആ വിഷയം ആ കാലഘട്ടത്തിൽ എന്താണ്, കുഫാറുകളെ എന്താണ് പിന്നെ പല വിഷയങ്ങളിലും വസ്ത്രധാരണത്തിലാണെങ്കിലും ഭാഷയിലാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും കാഫറുകളെ എന്താണ് അവരോട് ഈ സാദൃശ്യപ്പെടുന്നത് വർദ്ധിച്ചു വന്നൊരു കാലം. ഇന്നാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, കുഫാറുകളായ എന്താണ് പരിപൂർണമായിട്ട് എന്താണ് ആളുകൾ ഫോളോ ചെയ്യുന്ന, അവരെന്താണ് ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് വളരെ പ്രാധാന്യമുള്ള പ്രസക്തിയുള്ള ഗ്രന്ഥം തന്നെയാണ് ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള അൽ കലിമു തയ്യിബ്, അത് അദ്കാറുകളെ സംബന്ധിച്ചുള്ളതാണ്. അതുപോലെ തന്നെ കിതാബ് അർ-റദ്ദ് അലാ തഅസീസ് തഖ്ദീസ്, അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ വേറെയും. ഷർഹ് അൽ അഖീദ അൽ അസ്ബഹാനിയ, അഹ്കാമു ത്വലാഖ്, റഫ്ഉൽ മലാം അൻ അയിമ്മത്തിൽ അലാം. ഇത് സത്യത്തിൽ ഇത് അയിമ്മത്തുകളെ സംബന്ധിച്ച് അയിമ്മത്തുകളെ എന്താണ് അവരുടെ ന്യായീകരണങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെയധികം ഇത് യഥാർത്ഥത്തിൽ ഒരു ഒരു സിമ്പിളായ ഗ്രന്ഥമല്ല റഫ്ഉൽ മലാം. അത് പഠിച്ച ആളുകൾക്ക് അറിയാവുന്നതാണ്. അത് ആ ടോപ്പിക്കിൽ ഏറ്റവും എന്താണ് ആധികാരികമായ ഗ്രന്ഥമാണ്. അത് സാധാരണ പഠിക്കാറുള്ളത് ഉസൂലുൽ ഫിഖ്ഹിൽ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്ന ഗ്രന്ഥമായിട്ടാണ് റഫ്ഉൽ മലാം പഠിക്കാറുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് ഇസ്തിഗാസ എന്ന ഗ്രന്ഥമുണ്ട്. ഇസ്തിഗാസ അദ്ദേഹത്തിൻ്റെ അൽ ഇസ്തിഗാസ ഫിർറദ്ദി അലൽ ബക്രി എന്ന് പറയുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ അർ-റദ്ദ് അലൽ അഖ്നാഇ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ തവസ്സുലിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട്. അതെല്ലാം, അതുപോലെ സിയാറത്തുൽ ഖുബൂർ, ഹമവിയ, അതുപോലെ തദ്മുരിയ, ഇങ്ങനെ എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തസ്ഈനിയ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അദ്ദേഹം ജയിലിലിരിക്കുന്ന സമയത്ത് അശ്അരികൾ അദ്ദേഹത്തെ സംവാദത്തിന് വേണ്ടി ഡിബേറ്റിന് വെല്ലുവിളിച്ചുകൊണ്ട് വന്നു. അവരെ വലിയ പണ്ഡിതന്മാർ വന്നു. ആ സമയത്ത് ഇബ്നു തൈമിയ എന്ത് പറഞ്ഞു, എക്സ്ക്യൂസ് പറഞ്ഞു, ഞാൻ ജയിലിലാണ്. അത് അവർക്കറിയാം എന്താണ് ഇബ്നു തൈമിയ ജയിലിലാണ്, വരാൻ പറ്റുകയില്ല എന്നുള്ളത്. അങ്ങനെ 2-3 തവണ അവർ വന്നിട്ട് എന്ത് ചെയ്തു, വെല്ലുവിളിച്ചു. അവസാനം പറഞ്ഞു എന്ത്, അവരെ വിഷയം മുനാദറ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കലാമുൻ നഫ്സിയാണ്. അഥവാ അശ്ശരികൾ പറയുന്നത് അള്ളാഹുവിൻ്റെ കലാം, അത് കലാം നഫ്സിയാണെന്നാണ് അവരുടെ വാദം. അഥവാ
അഹ്ലുസുന്നയുടെ എന്താണ് അഭിപ്രായ പ്രകാരം വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മറ്റ് കലാമുകളെല്ലാം എന്താണ് അവൻ ഹർഫോടുകൂടി സൗത്തോടുകൂടി അവൻ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ജഹ്മികളുടെ അടുക്കൽ എന്താണ് കലാം എന്ന് പറഞ്ഞാൽ അത് മഖ്ലൂഖാണ്, അള്ളാഹിൻ്റെ സൃഷ്ടിയല്ല, അല്ല അള്ളാഹുവിൻ്റെ സിഫത്തല്ല. ഇത് അശരികൾ എന്ന് പറഞ്ഞാൽ അവർ ഇതിൻ്റെ രണ്ടും കെട്ടൊരു അഭിപ്രായമാണ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ജഹ്മികളുടെ അഭിപ്രായമായിട്ട് അത് അതിൻ്റെ ഉള്ളറയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ കലാം എന്താണ്, അള്ളാഹിൻ്റെ സിഫത്താണ്. പക്ഷെ ആ കലാം എന്താണ്, മനസ്സിലുള്ള എന്താണ് ആശയങ്ങളാണ് എന്ത് കലാം എന്ന് പറഞ്ഞാൽ. ശബ്ദവും ഈ നമ്മൾ കാണുന്നത് ഒക്കെ മഖ്ലൂഖാണ്. അള്ളാഹിൻ്റെ യഥാർത്ഥ കലാം എന്ന് പറഞ്ഞാൽ നഫ്സിലുള്ള ആശയങ്ങളാണെന്നാണ് പറയുന്നത്. ഈ ആശയത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്യാണ്, എന്നാൽ അവർ പറയുന്ന ആശയത്തിന് എൻ്റെ അടുത്ത് മറുപടി ഉണ്ട്. അതിന് പല രൂപത്തിൽ അദ്ദേഹത്തിന് ഒന്നാമത്തെ രൂപം ഇതാണ്, രണ്ടാമത്തെ രൂപം ഇതാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓരോ മറുപടി പറയാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അത് കേട്ട ആൾക്ക് എന്താണ് അത് ഒറ്റയടിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇബ്നു തൈമിയ്യ എഴുതി കൊടുത്തു. 90 രൂപത്തിൽ 90 വജ്ഹിൽ കലാമു നഫ്സിക്ക് അദ്ദേഹം എന്താണ് മറുപടി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥം അത്തിസ്ഐനിയ എന്ന ഗ്രന്ഥം. മാത്രമല്ല നമ്മൾ ഇങ്ങനെ നിരവധി അൽ ജാമിഅ അൽ മസായിൽ അങ്ങനെ കണക്കില്ലാത്ത ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ലാ യലീഖു ഹാദൽ മുഖ്തസർ ബിഅക്സറ മിൻ ഹാദ അൽ ഖദർ മിൻ മുഅല്ലഫാതി. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ചിലത് മാത്രം എടുത്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ അദ്ദേഹം മുഴുവൻ ഗ്രന്ഥങ്ങളെക്കുറിച്ച് എന്താണ് ക്രോഡീകരിക്കുക എന്നുള്ളത് അത് ഉദ്ദേശിച്ചിട്ടില്ല. ശരി, ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് മാത്രം ഗ്രന്ഥങ്ങളുണ്ട്, അത് വേറെ വിഷയമാണ്. വഅമ്മ ഫതാവിഹി വനുസൂസുഹു വഅജ്വിബതുഹു. ഇനി അദ്ദേഹത്തിൻ്റെ ഫത്വകൾ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അഖീദയിലാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഫിഖ്ഹിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശപൂർവ്വം എന്ത് ചെയ്യാറില്ല, ഗ്രന്ഥങ്ങൾ എഴുതാറില്ല. പക്ഷെ അദ്ദേഹം ഒരുപാട് ഫത്വകൾ ചോദിച്ചതിന് മറുപടിയായിട്ട് പറഞ്ഞതൊക്കെ ഗ്രന്ഥങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ മജ്മു ഫതാവയിൽ കാണുന്ന. മജ്മു ഫതാവയിൽ സാധാരണ നമ്മൾ ഫത്വ എന്ന് പറയുമ്പോൾ ഒരു പേജുള്ള എന്താണ് ഒരു കാര്യമാണ് ഫത്വ. മജ്മു ഫതാവയിൽ ഗ്രന്ഥങ്ങളുണ്ട്, വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ വരെ എന്തുണ്ട് മജ്മു ഫതാവ എന്നറിയപ്പെടുന്ന പിന്നീട് ക്രോഡീകരിക്കപ്പെട്ട 30-30ഓളം വാള്യങ്ങളുള്ള ആ ഗ്രന്ഥത്തിലുണ്ട്. അതിനു പുറമേയും അദ്ദേഹത്തിൻ്റെ ഫത്വകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഇനിയും ക്രോഡീകരിച്ച് കൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫത്വകൾ എന്ന് പറയുന്നത് ഫഹി അക്സർ മിൻ അഖ്ദിർ അല അഹ്സായിഹ, അത് എണ്ണാൻ സാധിക്കാത്ത വിധത്തിലുണ്ട്. ലാക്കിൻ ദൂയന ബിമസർ മിൻഹ അല അബ്വാബിൽ ഫിഖ് 17 മുജല്ലദ്. ഈജിപ്തിൽ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ക്രോഡീകരിച്ചിട്ടുണ്ട്, അത് 17ഓളം വാള്യങ്ങളിലായിട്ട്. وجمع أصحاب أكثر من 40,000 مسألة. 40,000 മസ്അലകൾ അദ്ദേഹം ഫത്വ പറഞ്ഞ 40,000 മസ്അലകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അസ്ഹാബുകളിൽ ചിലർ ക്രോഡീകരിച്ചിട്ടുണ്ട്. അങ്ങനെ وقلم أن وقعت واقعة وسئل عنها إلا وأجاب فيها بديهة بما بهر واشتهر. അദ്ദേഹത്തോട് ഏത് വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹം അതിൽ ബദീഹത്തിലാണ് മറുപടി പറയുക. അദ്ദേഹം ഒന്ന് പരിശോധിച്ചിട്ടോ ഞാൻ ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്നൊന്നും പറഞ്ഞിട്ടല്ല പറയാം. അതെല്ലാം ആളുകളെ ഉലമാക്കളെ വരെ അന്താളിപ്പിക്കുന്ന പിൽക്കാലത്ത് പ്രസിദ്ധമായ ഫത്വകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയായിട്ടുണ്ട്. വസാറ ذلك الجواب كالمصنف الذي يحتاج فيه غيره إلى زمن طويل ومطالعة كتب قد لا يقدر مع ذلك على إبراز مثله. അദ്ദേഹം ആ ബദീഹത്തിൽ പറഞ്ഞ ഫത്വകൾ മറ്റു ഉലമാക്കൾക്കൊക്കെ വലിയ കാലയളവ് പഠിക്കാൻ ആവശ്യമായിട്ട് വേണ്ടി വരും, അതൊക്കെ എന്താണ് വായിച്ചു നോക്കാൻ. എന്നാൽ പോലും അതുപോലെ അവർക്ക് ഫത്വ കൊടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ
അതിലൊരു ഉദാഹരണം ഇവിടെ അദ്ദേഹം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ജൂതൻ ഖദറിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ ഖദറിന്റെ വിഷയത്തിൽ 8 പദ്യങ്ങളായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ഖദറിന്റെ വിഷയത്തിൽ സംശയം ജനിപ്പിച്ചുകൊണ്ട് ഇബ്നു തൈമിയയോട് ഒരു ചോദ്യം ചോദിച്ചു. അത് ചോദിക്കുന്നത് ഒരു ജൂതനാണ്, അതും കവിതയിലാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇബ്നു തൈമിയ ഒരു കവിയല്ല, ഇബ്നുൽ ഖയ്യിം കവിയാണ്. ഇബ്നു ഖയ്യിമിന് നൂനിയ പോലെ മിമിയ പോലെ നിരവധി കവിതകളുണ്ട്. എന്നാൽ ഇബ്നു തൈമിയ കവിയല്ല. പക്ഷേ ഇവിടെ എന്താണ്, പദ്യത്തിലാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നു ഫലമ്മ വഖഫ അലൈഹ, അദ്ദേഹത്തിന് ആ ചോദ്യങ്ങൾ കിട്ടി. എന്നിട്ട് അത് നോക്കി, ഫക്കറ ലഹ്വതൻ യസീറ, ഒരു അല്പം നിമിഷം അദ്ദേഹം അതൊന്ന് ചിന്തിച്ചു. വഅൻഷ യക്തുബു ജവാബഹ, എന്നിട്ട് അതിന് മറുപടി എഴുതാൻ തുടങ്ങി. വജഅല യക്തുബു, എന്നിട്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങി. വനഹ്നു നظുന്നു അന്നഹു യക്തുബു നസർ, ഞങ്ങൾ വിചാരിച്ചത് അദ്ദേഹം എഴുതുന്നത് എന്താണ്, ഗദ്യരൂപത്തിലാണെന്ന്. എന്താണ്, പദ്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള നസർ. ഫലമ്മ ഫറഗ തഅമ്മലഹു മൻ ഹദറ മിൻ അസ്ഹാബിഹി, അദ്ദേഹം എഴുതി കഴിഞ്ഞപ്പോൾ ഒറ്റ ഇരിപ്പിൽ അദ്ദേഹം എഴുതിയ മറുപടി, കൂടെ ഇരിക്കുന്ന ആളുകളൊക്കെ അത് എന്ത് ചെയ്തു, അത് നോക്കി, വായിച്ചു നോക്കി. വൈദാ ഹുവ നദറും ഫി ബഹരി അബിയാതി സുആൽ, അദ്ദേഹം മറുപടി കൊടുത്തുള്ളത് ചോദിച്ച ആൾ എഴുതിയ കവിത ഏത് ബഹറിലാണോ അതേ ബഹറിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മറുപടി കൊടുത്തിട്ടുള്ളത്. വഖാഫിയതുഹാ തഖ്റുബു മിൻ 140 و84 100 ബൈറ്റ്സ്, അദ്ദേഹം 184 എന്താണ് കവിതകളിലാണ് മറുപടി കൊടുത്തത്. 184 ഒറ്റ ഇരുപ്പില്. وقد أبرز فيها من العلوم ما لو شرح بشرح لجاء شرحه مجلدين كبيرين. അദ്ദേഹം അതിൽ വ്യത്യസ്തങ്ങളായ ഇൽമുകൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തിറക്കിയിട്ടുണ്ട്. അതെങ്ങാനും പഠിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയായിരുന്നെങ്കിൽ വലിയ 2 വാള്യങ്ങളിൽ അത് ഷർഹ ചെയ്യപ്പെടാൻ സാധിക്കുമെന്നാണ്. ഹാദ മിൻ ജുംലതി ബവാഹിരിഹി, ഇത് അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. ഇവിടെ ഞാൻ ഷെയ്ഖ് യഹ്യ ഹജൂരി ഹഫിളുല്ലാഹ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദർസിൽ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കവിയല്ല. കവി ഒരാൾക്ക്, ഒരു പണ്ഡിതനായാൽ പോലും കവിത എഴുതാൻ സാധിക്കുന്നവർ ആർക്ക് മാത്രമാണ്? കവിത ഒരാളുടെ എന്താണ്, ഒരു ഫിത്രത്തിലുള്ള ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണഗതിയിൽ കവിത എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ കുറച്ച് 1-2 വചനങ്ങളൊക്കെ എഴുതാം. എന്നാൽ ഇങ്ങനെ ഒഴുക്കിലിങ്ങനെ കവിത എഴുതെങ്കിൽ ഒരു പണ്ഡിതൻ എഴുതാനൊന്നും പറ്റൂല. അതെന്ത് ചെയ്യണം, ഫിത്രത്തിൽ ചില ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്നൊരു കഴിവാണ്. റസൂലുള്ളാഹിക്ക് ആ കഴിവ് കൊടുത്തിട്ടില്ല, ഹസ്സാൻ അബു സാബിത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണത്. വേറെ പലർക്കും കൊടുത്തില്ല, ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇബ്നു തൈമിയക്ക് ആ കഴിവ് സാധാരണഗതിയിൽ ഇല്ല. പക്ഷെ ഇത് അദ്ദേഹത്തിന് അള്ളാഹ് കറാമത്തായിട്ട് കൊടുത്തതാണ് ഈ ഒരു സംഭവം എന്നാണ് ഷെയ്ഖ് യഹ്യ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇബ്നു തൈമിയ അങ്ങനെ കവിതകൾ എഴുതി നമ്മൾ കേട്ടിട്ട് പോലുമില്ല. ആകെ ഉള്ളത് ഏതാണ്, ലാമിയയാണ്. അത് ലാമിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയന്റെ ആണോ എന്ന കാര്യത്തിൽ വരെ എന്തുണ്ട്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഈ ലാമിയ എന്ന് പറയുന്നത് എന്താണ്, അതൊക്കെ എഴുതാൻ ആർക്കും കഴിയും. കാരണം എന്താണ്, അത് ആകെ ഒരു 10ഓളം കവിതകളേ ഉള്ളൂ. ഇതൊരു ഒറ്റ ഇരുപ്പിൽ വിശദമായ മറുപടി, അതിലെന്താണ് അത് ഒരു ഒഴുക്കിൽ എഴുതുക എന്നുള്ളത് അത് കറാമത്ത് തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ദർസുകളെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്, ബസാർ പറയാണ്, ഞാൻ ഡമസ്കസിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊന്നും ഞാൻ മിസ്സാക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത്. وكان لا يهيئ شيء من العلم ليلقيه ويريده. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നോർമലായ ഒരു അവസ്ഥയാണ്. ഒരിക്കലും ഒരു ക്ലാസ്സിനോ ഒരു ഫത്വക്കോ അദ്ദേഹം മുൻ ഒരുക്കങ്ങൾ നടത്താറില്ല. അദ്ദേഹം ബൽ യജ്ലിസു ബഅദ അൻ യുസല്ലി റകഅതൈൻ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അദ്ദേഹം ഇരിക്കും. പിന്നെ ഏത് ഫന്നും അതിലിങ്ങനെ എന്ത് ചെയ്യും,
ഒരു പുഴ ഒഴുകി വരുന്നത് പോലെ ഇങ്ങനെ ഒഴുകി വരികയാണ് ചെയ്യുക. വയഹ്മദുല്ലാഹ് വയുസ്നി അലൈഹി, എന്നിട്ട് അള്ളാഹുവിൻ്റെ മേൽ ഹംദ് ചെയ്ത് തനാ ചെയ്തിട്ട് വയുസല്ലി അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് ചെയ്തിട്ട് അല സിഫത്തിൻ മുസ്തഹ്സനത്തിൻ മുസ്തഅദബ ലം അസ്മഅഹ മിൻ ഗൈരി, ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ വേറെ ആരിൽ നിന്നും അത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. തുമ്മ യശ്റ, എന്നിട്ട് അദ്ദേഹം ആരംഭിക്കും. ഫയഫ്തഹുല്ലാഹു അലൈഹി ഇറാദ ഉലൂമിൻ, എന്നിട്ട് അള്ളാഹ് അങ്ങ് തുറന്നു കൊടുക്കും, ആ ഒരു നെഹർ അങ്ങ് തുറന്നു കൊടുക്കും, ഇൽമിൻ്റെ ആ പുഴ. അതിൽ ധാരാളം ഗവാമിദുകൾ ഉണ്ടാകും, രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ. ലതായിഫ്, മറ്റെവിടെയും കാണാത്ത ലതായിഫുകൾ ഉണ്ടാകും, വളരെയധികം വിലപിടിപ്പുള്ള അറിവുകൾ, സൂക്ഷ്മമായ അറിവുകൾ. ഫുനൂൻ, വ്യത്യസ്തങ്ങളായ ശാഖകൾ ഉണ്ടാകും. വനുഖൂലിൻ വസ്തിദ്ലാലാത്ത്, പല ഉദ്ധരണികൾ ഉദ്ധരിക്കും, തെളിവ് പിടിക്കും. ബിആയാത്ത് വഹദീസ് വഅഖ്വാലിൽ ഉലമാ, ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും ഉലമാക്കൾ അഖ്വാലുകൾ കൊണ്ടും. വനഖദ ബഅദഹ വതബയ്യന, ചിലതിനെ നഖദ് ചെയ്യും അദ്ദേഹം, ഹദീസുകൾ സിഹത്തും ദഅഫും പറയും. അഖ്വാലുകളിൽ ഏതാണ് സഹിഹായത് ഏതാണ് ശരിയായത് എല്ലാം വിവരിക്കും. മാത്രമല്ല വസ്തിഷാദി ബിഅശ്ആരിൽ അറബ്, മുൻകഴിഞ്ഞ അറബികളുടെ, ജാഹിലിയ അറബികളുടെയൊക്കെ കവിതകളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും, തെളിവായിട്ട് ഉദ്ധരിക്കും. എന്നിട്ട് ഇതെല്ലാം വഹുവ മഅ ദാലിക യജ്രി കമാ യജ്രി സൈൽ, അതെല്ലാം ഒരു ഇങ്ങനെ വെള്ളമൊഴുക്കി ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. യഫീദു കമാ യഫീദുൽ ബഹർ, കടലിങ്ങനെ ഒഴുകുന്നത് പോലെ ഒഴുകും. വയസീറു മുൻദു അൻ യതകല്ലമ ഇലാ അൻ യഫ്റഖ്, അതിങ്ങനെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി അവസാനിക്കുന്നത് വരെ അങ്ങനെ ഒരു തടസ്സമില്ലാതെ ആശയക്കുഴപ്പമില്ലാതെ ഒരു ഒഴുക്കാണ്. കൽ ഗായിബി അനിൽ ഹാദിരീൻ മുഗ്മിദൻ അനൈഹി, അദ്ദേഹം കണ്ണടച്ചിട്ട് അദ്ദേഹം അവിടെ ഇല്ലാത്തതുപോലെയാണ് അദ്ദേഹം ക്ലാസ് എടുക്കാറുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. വദാലിക കുല്ലുഹു മഅ ആദമി ഫിക്രിഹി ഫീ, അതൊന്നും മുൻകൂട്ടി ചിന്തിക്കാതെയാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. മിൻ ഗൈരി തജഅറുഫിൻ വല തവഖുഫിൻ വല ലഹ്നിൻ, അതിലൊന്നും ഒരു എന്തില്ല, ഒരു പാകപ്പിഴവുകൾ, സംസാരിക്കുന്നതിൽ ഒരു മറവി പശക്കുകൾ ഒന്നും വരില്ല. ഒരു തടസ്സമില്ലാതെയുള്ള ഒഴുക്കാണ്. അതിലൊന്ന് നിക്കലോ അല്ലെങ്കിൽ ഒരു ഭാഷാപരമായ ലഹ്നുകളോ അബദ്ധങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ബൽ ഫൈദുൻ ഇലാഹി, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഒഴുക്കാണത്. അള്ളാഹ് കൊടുത്ത എന്താണ്, ഒരു ഫൈദാനാണത്. ആ ഫൈദാൻ ഇങ്ങനെ ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ഹത്താ യബ്ഹർ കുല്ലു സാമിഉ വനാദിർ, കേൾക്കുന്നവരും കാണുന്നവരും അന്തം വിട്ടു പോകും. ഫലാ യസാലു കദാലിക ഇലാ അൻ യസ്മുത്, അങ്ങനെ അദ്ദേഹം അതിൽ മുഴുകും, പിന്നെ അദ്ദേഹം സംസാരം അവസാനിപ്പിക്കും. എന്നിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ വകാന ലാ യദ്കുറു റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലൈഹി ഖത്തു ഇല്ലാ വയുസല്ലി വയുസല്ലിം, റസൂലുള്ളാഹിന്റെ പേര് എപ്പോൾ പരാമർശിച്ചിട്ടുണ്ടോ റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്ത് ചെയ്യും. വല വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇല്ല മാ റഅയ്തു അഹദൻ അശദ്ദ തഅദീമൻ ലിറസൂലില്ലാഹ് വല അഹ്റസ അല ഇത്തിബാഇഹി വനസ്രി മാ ജാഅ ബിഹി മിൻഹു, അള്ളാഹിൻ്റെ റസൂലിനെ ഇബ്നു തൈമിയെ കാണും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യാനും റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിന്തുണയ്ക്കാനും ശ്രമിക്കുന്ന ഇബ്നു തൈമിയെക്കാളും അതിൽ താല്പര്യമുള്ള വ്യക്തി ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഒരു വിഷയത്തിൽ ഹദീത്ത് വന്നു കഴിഞ്ഞാൽ വല യൽതഫിതു ഇലാ ഖൗലി ഗൈരിഹി മിനൽ മഖ്ലൂഖീന കായിന മൻ കാൻ, മറ്റേ ഒരാളുടെ അഭിപ്രായത്തിലേക്കും അദ്ദേഹം തിരിയുകയില്ല എന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, അത് പിന്നീട് അഹ്ലുസുന്ന ഒരു തത്വമായിട്ട് തന്നെ പറഞ്ഞതാണ്. കുല്ലു ഖായിലിൻ, എല്ലാ ഖായിലുകളും അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകളും ഇന്നമാ യുഹ്തജു ലിഖൗലിഹി, അവരെ അഭിപ്രായങ്ങൾക്കൊക്കെ നമ്മൾ തെളിവ് അങ്ങോട്ട് പിടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ലാ ബിഹി, ആ അഭിപ്രായങ്ങൾ കൊണ്ട് ആ അഭിപ്രായങ്ങൾ ഒരിക്കലും തെളിവല്ല. ഇല്ലല്ലാഹ് വറസൂലും, അള്ളാഹും റസൂലും ഒഴികെ എന്നുള്ളത്. വകാന ഇദാ ഫറഗ മിൻ ദർസി യഫ്തഹു ഐനൈ, അദ്ദേഹത്തിന്റെ ദർസ് അവസാനിപ്പിച്ച പിന്നെ അദ്ദേഹം കണ്ണു തുറക്കും. വയുഖ്ബിൽ അല നാസ് ബിവജ്ഹിൻ തൽഖ്,
നല്ല പ്രസന്നമായ മുഖത്തോടു കൂടി ആളുകളെ ഫേസ് ചെയ്യും. എന്നിട്ട് കാന്നഹും ലഖിയഹും ഹൈനൈദൻ, അപ്പം കണ്ടുമുട്ടിയത് പോലെ ആയിരിക്കും പിന്നെ അദ്ദേഹത്തിന്റെ ദർസ് അവസാനിച്ചാലുണ്ടാവുക. وربما اعتذر الى بعضهم من التقصير في المقال مع ذلك الحال. എന്നിട്ട് അദ്ദേഹം ആളുകളോട് എക്സ്ക്യൂസ് ചോദിക്കും, ഞാൻ പറഞ്ഞതൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയും. അതൊക്കെ അദ്ദേഹത്തിന്റെ തവാദുആണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ ദർസുകൾ എന്ന് പറയുന്നത് അത്ഭുതം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ദർസിൽ സാക്ഷികളാകുന്നത് ഇരിക്കുന്നത് ഖൽഖുൻ കസീർ, എണ്ണമറ്റ ആളുകളാണ്. ലം യുഹ്സർ അദദുഹും, അവരുടെ എണ്ണം കണക്കാക്കാൻ പറ്റാത്ത അളവിൽ. ഉലമാ വറുഅസാ വഫുദലാ മിനൽ ഖുറാ വൽ മുഹദ്ദിസീൻ വൽ ഫുഖഹാ വൽ ഉദബാ വഗൈരിഹിം, ഇങ്ങനെ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളും, പണ്ഡിതന്മാരും നേതാക്കന്മാരും അതുപോലെ തന്നെ കവികളും ഉദബാക്കളും എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തിന്റെ സദസ്സിൽ അദ്ദേഹത്തിന്റെ ഇൽമിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നമുക്ക് സിറ്റിംഗിൽ നമുക്ക് വിവരിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു ആലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.